ബഹുമാന്യനായ മോഡറേറ്റർ, CJ അനുസ്മരണ പ്രഭാഷണ സമിതി സംഘാടകരെ, ഏറ്റവും പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ ടിക്കറ്റ് വെച്ചിട്ട് നാടകം കാണുന്ന പരിപാടി ഉണ്ടല്ലോ, അത്തരം ഒരു സ്ഥലത്ത് മാത്രമാണ് അങ്ങനെ ടിക്കറ്റ് എടുത്തിട്ട് നാടകം കാണുക അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പരിപാടിക്ക് പോവുക പോലെയുള്ള സംഗതികൾ കേട്ടിട്ടുള്ളത് അല്ലെങ്കിൽ അത് പങ്കെടുത്തിട്ടുള്ളത്. CJ അനുസ്മരണ പ്രഭാഷണ പരിപാടിയെക്കുറിച്ച് ഞാൻ ആദ്യം കേൾക്കുന്നത് ഞാൻ മാധ്യമപ്രവർത്തകയായിരിക്കുന്ന കാലത്താണ്. ടിക്കറ്റ് വെച്ചിട്ട് പ്രഭാഷണങ്ങൾ സംഘടിപ്പിക്കുന്ന ഒരേ ഒരു സമിതി എന്ന നിലയ്ക്കാണ് കേരളത്തിൽ ഈ സമിതി അറിയപ്പെടുന്നത്. അങ്ങനെയാണ് ഞാനൊക്കെ ഈ പരിപാടിയെക്കുറിച്ച് കേൾക്കുന്നത് തന്നെ. സത്യത്തിൽ എനിക്ക് CJയുടെ കൃതികളുമായിട്ട് അല്ലെങ്കിൽ CJയുടെ ചിന്താ പദ്ധതികളുമായിട്ട് അത്ര തന്നെ ബന്ധമില്ല, കേട്ടറിവ് മാത്രമേ ഉള്ളൂ. വായിച്ച അറിവ് CJയുടെ ഒരു നാടകത്തിൻ്റെ ചില ഭാഗങ്ങൾ മാത്രം, എവിടെയൊക്കെയോ വായിച്ച അറിവ് മാത്രം. പക്ഷേ ഞാൻ CJയെക്കുറിച്ച് അറിയുന്നത് മനോരമ ആഴ്ചപ്പതിപ്പിലാണെന്ന് തോന്നുന്നു. ഇവൻ എൻ്റെ പ്രിയ CJ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ പ്രിയ ഭാര്യ അദ്ദേഹത്തെക്കുറിച്ച് എഴുതിയിരുന്ന ഖണ്ഡശ വന്നിരുന്ന പ്രബന്ധ പരമ്പര, ഫീച്ചർ പരമ്പര വായിച്ചിട്ടാണ് എനിക്ക് CJ അറിയാവുന്നത്. എൻ്റെ വീട്ടിൽ മനോരമ ആഴ്ചപ്പതിപ്പ് വരുത്തുമായിരുന്നു. ഞങ്ങളൊരു മനോരമ ഫാമിലി ആയിരുന്നു. എൻ്റെ അച്ഛനും അമ്മയും അവരുടെ അച്ഛനും അമ്മയും ഒക്കെ മനോരമ വായിച്ച് വളർന്ന കുടുംബക്കാരായിരുന്നു. അടിയന്തരാവസ്ഥയെ സ്നേഹിച്ച കുടുംബമായിരുന്നു. എൻ്റെ അച്ഛൻ അടിയന്തരാവസ്ഥയുടെ ഒരു ആർഡൻ ഫാനായിരുന്നു. എൻ്റെ അമ്മയുടെ അച്ഛനാണെങ്കിൽ ഇന്ദിരാഗാന്ധി ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു ഏറ്റവും പ്രിയപ്പെട്ട നേതാവ്. അപ്പോൾ ഞാൻ ചെറിയ കുട്ടിയൊക്കെ ആയിരിക്കുമ്പോൾ എന്നെ കയ്യിലെടുത്തിട്ട് പറയായിരുന്നു ഇന്ദിരയെ പോലാകണം എന്ന് പറഞ്ഞിട്ട് ഇന്ദിരാഗാന്ധിയുടെ ഈ റേഡിയോ പ്രഭാഷണമൊക്കെ കേൾപ്പിക്കുമായിരുന്നു. അങ്ങനെ അടിയന്തരാവസ്ഥ കാലത്തിന് ശേഷം കേരളത്തിൽ നടന്ന തിരഞ്ഞെടുപ്പിൽ ഇന്ത്യയിലെ മറ്റെല്ലായിടത്തും നമ്മൾ കോൺഗ്രസിനെ തോൽപ്പിച്ചപ്പോൾ ഇവിടെ കോൺഗ്രസിനെ ജയിപ്പിച്ച ഒരുപാട് കുടുംബങ്ങളിൽപ്പെട്ട ഒരു കുടുംബമാണ് എൻ്റേത്. ഒരു പക്ഷേ എന്തുകൊണ്ടാണ് എൻ്റെ കുടുംബം അടങ്ങുന്ന ഒരു വലിയ ഭൂരിപക്ഷം അന്ന് കോൺഗ്രസിനോടൊപ്പം നിന്നത് എന്ന് മാറി ചിന്തിച്ചു തുടങ്ങിയ സമയത്താണ് ഞാൻ എൻ്റെ രാഷ്ട്രീയ പെർസ്പെക്റ്റീവ്, കാഴ്ചപ്പാട് ഒരുപക്ഷെ രൂപപ്പെട്ടു തുടങ്ങിയത്. ശ്രീ പ്രേംനാഥ് എന്നോട് ഈ മാധ്യമങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ ഇവിടെ വരണം എന്ന് പറഞ്ഞ് ക്ഷണിച്ച സമയത്ത് ഞാൻ ഒന്നും കൂടെ ഒരു 2-3 പ്രാവശ്യം അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾക്ക് ആൾ തെറ്റിയില്ലല്ലോ, നിങ്ങൾ എന്നെ തന്നെയാണോ വിളിച്ചത്, നിങ്ങൾ വേറെ ആരെങ്കിലും വിളിച്ചിട്ട് ഇനി കിട്ടാഞ്ഞിട്ട് എന്നെ വിളിച്ചതാണോ? കാരണം ഞാനിപ്പോൾ ഒരു മാധ്യമപ്രവർത്തകയായിട്ടല്ല അറിയപ്പെടുന്നത് എന്നതുകൊണ്ട് തന്നെ. അതേസമയം മാധ്യമപ്രവർത്തകയായിരിക്കണമെന്നും ജീവിതാവസാനം വരെ മാധ്യമപ്രവർത്തകയായി തന്നെ ജീവിക്കണമെന്നും അങ്ങനെ തന്നെ ആവണം, മരിക്കണമെന്നും ഒക്കെ ആഗ്രഹിച്ച് ഈ പണി തുടങ്ങിയിരുന്ന ഒരാളാണ് ഞാൻ. 1998 കാലത്ത്, 98 എന്ന് പറയുമ്പം NDTV നിലവിൽ വന്നു. സ്റ്റാർ ഇന്ത്യ NDTV ലോഞ്ച് ചെയ്ത വർഷമാണ്. അപ്പോൾ അങ്ങനെ തുടങ്ങി. പക്ഷേ എന്തൊക്കെയോ ചില സാഹചര്യവശാൽ ചിലതരം കർമ്മബന്ധങ്ങളാൽ സിനിമയിലേക്ക് എത്തപ്പെട്ടു. ഇനിയിപ്പം ഇവിടെ നിന്ന് ഒരു തിരിച്ചുപോക്കില്ലാത്ത വിധം സിനിമ ശ്വാസത്തിലും ഊണിലും ഉറക്കത്തിലും ശ്വാസത്തിലുമൊക്കെ സിനിമ ആണ് എന്ന് വിശ്വസിക്കുന്ന ഒരുപാട് മലയാളികളിൽ ഒരാളാണ് ഞാനും. ഇതൊക്കെയാണ് എന്നെക്കുറിച്ചുള്ള ചെറിയൊരു പ്രൊഫൈല്. അപ്പോൾ ഞാൻ ഈ പ്രേംനാഥിനോട് എന്നെ വിളിച്ചപ്പോൾ ഞാൻ ഒന്നുകൂടെ ചോദിച്ചു, നിങ്ങൾ സത്യത്തിൽ എന്നെ തന്നെയാണ്? കാരണം എന്ന് വെച്ചാൽ നമുക്കറിയാം ഇവിടെ കൃതഹസ്ഥരായിട്ടുള്ള ഒരുപാട് സീനിയറായിട്ടുള്ള മാധ്യമപ്രവർത്തകരുണ്ട്, ഇപ്പോൾ മാധ്യമപ്രവർത്തനം പ്രാക്ടീസ് ചെയ്യുന്ന ആളുകളുണ്ട് എന്ന് മാത്രമല്ല മാധ്യമപ്രവർത്തനത്തിൻ്റെ പുതിയ കാലത്തെ മാപ്ര പരിപാടികളിൽ നിന്ന് വിട്ടുനിൽക്കുന്ന ഒരാളുമാണ് ഞാൻ. നിങ്ങൾക്കറിയാം, ഇപ്പോൾ മാധ്യമപ്രവർത്തകൻ എന്നല്ല, നമ്മൾ മാപ്ര എന്നാണ് വിളിക്കുന്നത്. അപ്പം അത്തരത്തിലുള്ള ഒരു ജീർണതയിലേക്ക് എത്തും മുമ്പ് കളം ഒഴിഞ്ഞ ഒരാളെന്ന നിലയിലാണ് ഞാൻ എന്നെ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശരിക്കും എന്നെ തന്നെയാണ് ഉദ്ദേശിച്ചതെന്ന് ഞാൻ ഒരു 2-3 പ്രാവശ്യം സംശയത്തോടുകൂടി അദ്ദേഹത്തോട് ചോദിച്ചു. പക്ഷേ അദ്ദേഹം പറഞ്ഞു, ഇല്ല, നിങ്ങൾ തന്നെയാണ്, ഉറപ്പാണ്, നിങ്ങൾ തന്നെ വരണം, നിങ്ങൾ അതിനെ വ്യത്യസ്തമായി കാണാൻ ശ്രമിക്കുന്ന ഒരാളെന്നൊക്കെയാണ് പ്രേംനാഥ് പറഞ്ഞത്. എനിക്കറിയില്ല. എന്തായാലും
അദ്ദേഹം എനിക്ക് തന്ന വിഷയം സ്വാതന്ത്ര്യത്തിൻ്റെ 75 ആണ്ട് മാധ്യമപ്രവർത്തനം, മാസ് മീഡിയ, ബദൽ മീഡിയ, എന്തൊക്കെ ഇവിടെ പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. കാരണം എന്ന് വെച്ചാൽ ഇതൊരു വലിയ, ഇപ്പോൾ എനിക്ക് തോന്നുന്നൊരു വലിയ കടൽ പോലത്തെ വിഷയമാണ്. ഒന്ന് മാധ്യമപ്രവർത്തനം എന്ന മേഖലയെ, അത് ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിൽ എങ്ങനെയായിരുന്നു, പിന്നെ പ്രത്യേകിച്ചും കേരളത്തിൻ്റെ പ്രത്യേക തരത്തിലുള്ള സാമൂഹ്യ രാഷ്ട്രീയ കാലാവസ്ഥയിൽ മാധ്യമപ്രവർത്തനം എങ്ങനെയാണ് തുടങ്ങിയത്, നടക്കുന്നത് എന്നൊക്കെയുള്ളത്, നടക്കാൻ പോകുന്നത് എന്നൊക്കെയുള്ളത് വലിയ വിഷയമാണ്. അപ്പോൾ അതിനകത്ത് എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ കാര്യം പറഞ്ഞു തുടങ്ങിയാൽ തന്നെ പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ തുടങ്ങിയെടുത്തുനിന്ന് പിറകിലേക്ക് സഞ്ചരിക്കേണ്ടി വരും എന്നുള്ളതാണ്. പൊതുവിൽ ഇപ്പം ഞാനൊരു സിനിമാക്കാരി ആയതുകൊണ്ട് എനിക്ക് ഈ ഫ്ലാഷ് ബാക്ക് അടിക്കുന്ന ശീലം കുറച്ചുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിക്കുന്നു ഒന്ന് ഫ്ലാഷ് ബാക്കിലേക്ക് പോയിട്ട് ഒരു ജംകട്ടിലൂടെ പ്രസൻറ്റിലേക്ക് വരാം എന്ന് വിചാരിക്കുന്നു. കാരണം സ്വാതന്ത്ര്യത്തിൻ്റെ 75-ാം നൂറ്റാണ്ടിനെക്കുറിച്ച് നമ്മൾ 75 ആണ്ടുകളെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന സമയത്ത് സ്വാതന്ത്ര്യത്തിന് പിന്നീടും സ്വാതന്ത്ര്യത്തിന് മുൻപുമുള്ള കാലത്തെക്കുറിച്ച് ഓർക്കാതെ വയ്യ. പ്രത്യേകിച്ചും സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള കാലത്ത് എന്തായിരുന്നു മാധ്യമപ്രവർത്തനം. സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള കാലം എന്ന് പറയുമ്പോൾ പ്രശ്നം എന്ന് പറയുന്നത് ഈ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞ ആശയം തന്നെ നമുക്ക് എവിടുന്ന് കിട്ടി? നമുക്കങ്ങനെ ഒരു ആശയമൊന്നും ഉണ്ടായിരുന്നില്ല. നേരത്തെ മാഷ് പറയുന്നത് നമ്മൾ കേട്ടു. സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് വേറെ ചില സങ്കല്പനങ്ങളോടുകൂടി വരുന്നൊരു ആശയമാണ്. അപ്പോൾ സ്വാതന്ത്ര്യം എന്ന ആശയം നമുക്ക് കിട്ടുന്നത് നമുക്കറിയാം നവോത്ഥാന മൂല്യങ്ങളുടെ ഒരു തുടർച്ചയിൽ നിന്നാണ്. നവോത്ഥാന സമരങ്ങളുടെയും നവോത്ഥാന പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെയും ഒക്കെ തുടർച്ചയിൽ നിന്നാണ് നമ്മൾ സ്വാതന്ത്ര്യം എന്നൊരു ആശയത്തിലേക്ക് തന്നെ വരുന്നത്. അപ്പോൾ മാധ്യമങ്ങൾ ഉണ്ടായിരുന്നോ? അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ അതെന്തായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്? എന്തായിരുന്നു ആ കാലത്ത് നടന്നത്? അപ്പോൾ എന്തായിരുന്നു നവോത്ഥാന മൂല്യങ്ങളിൽ നിന്ന് നമ്മുടെ മാധ്യമങ്ങൾ എന്ത് സ്വീകരിച്ചു, എന്ത് അങ്ങോട്ട് കൊടുത്തു എന്നത് നമുക്കറിയാതെ, ഒരുപക്ഷെ ഞാൻ അതുകൊണ്ട് തന്നെ പിൻ പോയിൻ്റ് ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് നവോത്ഥാന ആശയങ്ങളിൽ നിന്ന് നമ്മൾ എവിടം വരെ നടന്നെത്തി എന്ന ചോദ്യം നിങ്ങളുടെ മുന്നിൽ ഉന്നയിക്കാനാണ് ആഗ്രഹിക്കുന്നത്. നമ്മളെന്ന് പറയുമ്പോൾ നമ്മുടെ കാലത്ത് ഉള്ള ഈ മാധ്യമ പ്രവർത്തനം എന്ന നിലയിൽ അത് കേരളത്തിൻ്റെ ഒരു ജോഗ്രഫിയിലേക്കും ജൂറിസ്ഡിക്ഷനിലേക്കും പരിമിതപ്പെടുത്തണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഈ വിഷയം സംസാരിക്കുന്നതിന് മുമ്പ് ഏതാനും ചില കാര്യങ്ങൾ, ഒന്ന് നവോത്ഥാന ആശയങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇപ്പോൾ പൊതുവിൽ ചർച്ച ചെയ്യുന്ന സമത്വം, സ്വാതന്ത്ര്യം, നീതിയെ സംബന്ധിച്ചിട്ടുള്ള സങ്കല്പനങ്ങളോടുകൂടി നവോത്ഥാന മൂല്യങ്ങളായി നമ്മൾ കരുതുന്ന ആശയങ്ങളെയാണ് ഞാൻ പൊതുവിൽ നവോത്ഥാന മൂല്യങ്ങളായി വിവക്ഷിക്കുന്നത് എന്നത് ഒന്ന്. രണ്ട്, പിന്നെ നവോത്ഥാന പ്രസ്ഥാനങ്ങളെക്കുറിച്ച് നമ്മുടെ ഒരു ചരിത്രം, നവോത്ഥാന പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള നമ്മൾ പിന്തുടർന്നു വരുന്ന ഒരു പൊതുചരിത്രത്തെ അവലംബിച്ച് തന്നെയാണ് ഒരുപക്ഷെ അതിൻ്റെ മാധ്യമ ആലോചനയും ഞാൻ രൂപപ്പെടുത്തിയിട്ടുള്ളത്. മൂന്നാമത്തെ ഒരു സംഗതി എന്ന് പറയുന്നത്, ഞാൻ ഈ വിഷയം സംസാരിക്കുമ്പോൾ കൃത്യമായും ഞാനൊരു പക്ഷത്ത് നിന്ന് തന്നെയാണ് സംസാരിക്കുന്നത്. മാധ്യമപ്രവർത്തന കാലത്ത് മാധ്യമപ്രവർത്തകരെ സംബന്ധിച്ചുള്ള പൊതുവിലൊരു ഫാഷൻ എന്ന് പറയുന്നത് ഞങ്ങൾ നിഷ്പക്ഷരാണ് എന്നതാണ്. ഞാൻ നിഷ്പക്ഷയല്ല, എനിക്ക് കൃത്യമായും രാഷ്ട്രീയമുണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചില തിരിച്ചറിവുകളിൽ നിന്നും ബോധ്യങ്ങളിൽ നിന്നും ഉണ്ടായതാണ്. അതേസമയം എൻ്റെ രാഷ്ട്രീയ ബോധ്യങ്ങളെ ത്തോടെ കാണുകയും അതിനകത്ത് ഒരു രാഷ്ട്രീയ വിശ്വാസിയായിരിക്കുമ്പോൾ തന്നെ അതിനോട് ക്രിട്ടിക്കായിരിക്കുകയും ചെയ്തുകൊണ്ടാണ് ഞാൻ ഒരു പക്ഷത്ത് നിൽക്കുന്നത് എന്നുള്ള ആമുഖങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ വിഷയത്തിലേക്ക് കടക്കുന്നു. അതിനകത്ത് ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ മാധ്യമപ്രവർത്തനം ഉടലെടുത്ത സാമൂഹ്യ സാഹചര്യങ്ങൾ എന്തായിരുന്നു, ആ കാലത്ത് ഒരുപക്ഷെ നേരത്തെ പറഞ്ഞ പോലെ നവോത്ഥാന ആശയങ്ങൾ പിന്തുടർന്നുകൊണ്ടുവന്ന സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങളോട് ആ കാലത്തെ മാധ്യമങ്ങൾ എന്ത് തരം സമീപനമാണ് സ്വീകരിച്ചത്, എങ്ങനെയാണ് അതിനെ വിലയിരുത്തിയത്, പിന്നീട് ഇങ്ങോട്ട് സ്വാതന്ത്ര്യത്തിന് ശേഷം അല്ലെങ്കിൽ ഒരു ദേശീയ സമരത്തിൻ്റെ കാലത്ത് മാധ്യമങ്ങൾ എങ്ങനെയാണ് ദേശീയ സമര പ്രസ്ഥാനങ്ങളോടൊപ്പം നടന്നത്, പിന്നീട് സ്വാതന്ത്ര്യത്തിന് ശേഷം എങ്ങനെയാണ് ഒരു പൊതു സാമൂഹിക രാഷ്ട്രീയ മണ്ഡലം രൂപപ്പെട്ടത്, അതിനോട് മാധ്യമങ്ങൾ എങ്ങനെയാണ് പ്രതികരിച്ചത്, മൂലധന താല്പര്യങ്ങൾ എവിടെ മുതലാണ് നമുക്കിതിനകത്തേക്ക് കടന്നു വരാൻ തുടങ്ങുന്നത്, മൂലധന താല്പര്യങ്ങൾ കടന്നു വരിക എന്നതിനപ്പുറത്തേക്ക് മൂലധന താല്പര്യങ്ങൾ വിപണിയെ തീരുമാനിക്കുന്ന അല്ലെങ്കിൽ മാധ്യമ മണ്ഡലത്തെ തന്നെ തീരുമാനിക്കുന്ന, മാധ്യമത്തിൻ്റെ ദിശാബോധത്തെ തന്നെ തീരുമാനിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എങ്ങനെ മാറി, ഏറ്റവും ഒടുവിൽ ഈ മാറിയ
പൊതുമണ്ഡലത്തിൽ മാധ്യമങ്ങൾ ഇപ്പോൾ എങ്ങനെയാണ് അടയാളപ്പെടുത്തപ്പെടുന്നത്? അതായത് ഇപ്പോൾ നമുക്കറിയാം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെയും മെഷീൻ ലേണിങ്ങിൻ്റെയും കാലത്ത് മാധ്യമ പ്രവർത്തനം എന്നൊക്കെ പറയുന്നത് തന്നെ ശരിക്കും പറഞ്ഞാൽ ഒരു അസംബന്ധ വാക്കായിട്ട് മാറിയിട്ടുണ്ട്. എൻ്റെയും നിങ്ങളുടെയും മൊബൈലിൽ നമ്മൾ ഏത് സമയവും നമ്മളിങ്ങനെ വാർത്തകൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാകും. ഇപ്പം നമുക്കൊക്കെ ഇൻഷോർട്സ് പോലെയുള്ള ആപ്പുകൾ നമ്മൾ പരിചയിച്ചിട്ടുണ്ടാകും, ഡെയിലി ഹണ്ട് പോലെയുള്ള ആപ്പുകൾ നമ്മൾ പരിചയിച്ചിട്ടുണ്ടാകും. വാർത്തകളെ ഏതാണ്ട് 60 വേർഡ്സ് ആയിട്ട് നമ്മുടെ മുന്നിൽ ചുരുക്കി പരിമിതപ്പെടുത്തി ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് നടക്കുന്ന വാർത്തകൾ നമ്മുടെ മുന്നിലേക്ക് എത്തിക്കാൻ തക്ക വിധം ഉള്ള എന്താ പറയുക വാർത്താ സംവിധാനങ്ങൾ രൂപപ്പെട്ടിരിക്കുന്നു. ഇതൊന്നും മനുഷ്യർ പ്രവർത്തിപ്പിക്കുന്നതല്ല, ഇതൊക്കെ യന്ത്രങ്ങൾ ചെയ്യുന്നതാണ്. അതുകൊണ്ട് മാധ്യമപ്രവർത്തകരായിട്ടുള്ള ഞങ്ങളെപ്പോലുള്ള ആയിരുന്ന എന്നെപ്പോലുള്ള ആളുകൾ അല്ലെങ്കിൽ ഇപ്പോൾ പ്രവർത്തിക്കുന്ന ആളുകൾ ഞങ്ങളുടെയൊക്കെ പണി ഏതാണ്ട് ഒരു 10-20 കൊല്ലം വരെ മാത്രമേ ഇങ്ങനെ ഉണ്ടാവൂ. അത് കഴിയുമ്പോഴത്തേക്ക് ഇത് അസ്തമിക്കും. ഇത് ഏതാണ്ട് ഇതൊക്കെയും മെഷീനുകൾ ഏറ്റെടുത്ത് കൊണ്ട് നമ്മളും ആ പാതയിലേക്ക് എത്തും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആ കാര്യത്തിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ 21 Lessons for the 21st Century എന്ന യുവാൽ നോവ ഹരാരിയുടെ സാപ്പിയൻസ് എന്ന പുസ്തകം എഴുതിയ ആളുടെ ഏറ്റവും പുതിയ പുസ്തകം വായിച്ചാൽ മതി, നമുക്കുള്ള സംശയങ്ങൾ മാറിക്കിട്ടും. ഞാനിത് ഒന്ന് ചെറുതായിട്ട് എന്താ പറയുക ഒന്ന് കുറിച്ച് വെച്ചു. കാരണം വേറൊന്നും കൊണ്ടല്ല, സിനിമയിൽ ജോലി തുടങ്ങിയതിന് ശേഷം മൊത്തം സാധനങ്ങൾ ഈ സ്ക്രിപ്റ്റിൽ വർക്ക് ചെയ്യുന്ന ഒരു സ്വഭാവം ഉള്ളതുകൊണ്ട് വിഷയം വല്ലാതെ പറഞ്ഞു പോകണ്ട എന്ന് വിചാരിച്ചുകൊണ്ടും ഫ്ലാഷ് ബാക്കിൽ നിന്ന് തുടങ്ങുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടും ഞാനപ്പോൾ സീൻ 1 നമുക്കറിയാം 1847 ആണ് കാലം. പകൽമുറി വെളിച്ചം അങ്ങനെ സങ്കേതങ്ങളൊന്നും കുറിച്ച് നിങ്ങൾ ആലോചിച്ച് ബന്ധപ്പെടേണ്ട. ജർമ്മൻ കാരനായ ഗുണ്ടർട്ടിൻ്റെ രാജ്യസമാചാരം എന്ന കൃതി ഉണ്ടാകുന്നത് 1847 ഒരു ജൂണിലാണ്. ആ കാലത്തിനും ഏതാണ്ട് അരനൂറ്റാണ്ടിന് ശേഷം ആണ് സ്വാമി വിവേകാനന്ദൻ കേരളത്തിലേക്ക് വരുന്നത്. കേരളത്തിലേക്ക് വന്നിട്ട് അദ്ദേഹം പറഞ്ഞ കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം, കേരളം ഇതാ ഒരു ഭ്രാന്താലയം എന്ന്. അത് ആ ഒരു 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 നിരീക്ഷണത്തിലേക്ക് അദ്ദേഹത്തെ എത്തിച്ച സാമൂഹ്യ സാഹചര്യങ്ങൾ എന്തായിരുന്നുവെന്ന് നമുക്ക് നന്നായി അറിയാം. നേരത്തെ കുഞ്ഞാമാഷ് ചില കാര്യങ്ങൾ സൂചിപ്പിച്ചിരുന്നു. അത്രമാത്രം എന്താ പറയുക സാമൂഹ്യ വൈകൃതങ്ങളാൽ അലങ്കോലപ്പെട്ട് കിടന്ന ഒരു സാമൂഹ്യ സാഹചര്യമാണ് നമുക്കുണ്ടായിരുന്നത്. അടിമ സമ്പ്രദായവും പുലപ്പേടി, മണ്ണാപ്പേടി, പറപ്പേടി, ശൈശവവിവാഹം, അയിത്തം, തൊട്ടുകൂടായ്മ, തീണ്ടൽ, അങ്ങനെ എന്താ പറയുക ഒരുപക്ഷെ അങ്ങനെ പറഞ്ഞു തുടങ്ങിയാൽ എന്തും ജന്മിത്തം വരെ നീണ്ടു നിൽക്കുന്ന എന്തും നാനാവിധമായ അനാചാരങ്ങളും ഈ അനാചാരങ്ങളെ സാമൂഹ്യ വ്യവസ്ഥയാക്കി അംഗീകരിക്കുന്ന ഒരു സിസ്റ്റവും അതുതന്നെ നിയമവ്യവസ്ഥയാക്കി അംഗീകരിച്ച ഭരണകൂടവുമായിരുന്നു അന്ന് നമുക്കുണ്ടായിരുന്നത്. പക്ഷേ ഭാഗ്യമെന്ന് പറയേണ്ടു, ആ കാലത്ത് എന്താ പറയുക വൈകുണ്ഠസ്വാമികൾ അടക്കമുള്ള ആളുകളുടെ ചിലതരം ഇടപെടലുകൾ കൊണ്ട് നമ്മുടെ സാമൂഹിക അവസ്ഥകളിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവുകയും ഈ മാറ്റങ്ങളുടെ ഫലങ്ങൾ 19ാം നൂറ്റാണ്ടിൻ്റെ അവസാന ദശകത്തിലും അതുപോലെ 20ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ ദശകങ്ങളിലും ഇതിൻ്റെ മാറ്റങ്ങൾ സാമൂഹിക അന്തരീക്ഷത്തിൽ കണ്ടു തുടങ്ങി. ആ കണ്ടു തുടങ്ങുന്നതിൻ്റെ കാരണം നമുക്കറിയാം. എന്താ പറയുക പ്രത്യേകിച്ചും ഇന്ത്യൻ സാമൂഹ്യ സാഹചര്യത്തിൽ തന്നെ ഒരു റിനൈസൻസിൻ്റെ നവോത്ഥാനത്തിൻ്റെ തീവ്രമായ അലയൊലികൾ നിറഞ്ഞു നിൽക്കുന്ന സമയമായിരുന്നു. രാജാ റാം മോഹൻ റായിനെ പോലുള്ള ആളുകൾ, ബങ്കിം ചന്ദ്ര ചാറ്റർജി പോലുള്ള ആളുകൾ ബംഗാളിൽ വളരെ തീവ്രമായ രീതിയിൽ ഇത്തരം ആശയങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും നവോത്ഥാന ആശയങ്ങൾ ബംഗാൾ വഴി കേരളത്തിലെത്തുകയും കേരളത്തിൽ അത്തരത്തിലുള്ള ഒരു ഉണർന്ന സമൂഹം ഉണ്ടാവുകയും ചെയ്തു. പിന്നെ നമുക്കറിയാം ബ്രിട്ടീഷുകാരുടെ വരവ് സംഭവിക്കുന്നത് ആ സമയത്താണ്. അവർ വിദ്യാഭ്യാസം തരുന്നു, അവരവരുടെ ആവശ്യത്തിന് വേണ്ടി ഇവിടെ വിദ്യാഭ്യാസം നമുക്ക് നൽകുന്നു. നമ്മൾ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ആർജിക്കുന്നു. ഒരുപക്ഷെ യൂറോപ്പിൽ പ്രചരിച്ചിരുന്ന സമത്വത്തെയും സ്വാതന്ത്ര്യത്തെയും നീതിയും സംബന്ധിച്ചുള്ള ആശയങ്ങൾ നമ്മൾ കേൾക്കാൻ തുടങ്ങുന്നു. ഇതിനിടയിൽ വ്യാപകമായ പ്രക്ഷോഭങ്ങൾ പല സ്ഥലങ്ങളിലും പൊട്ടിപ്പുറപ്പെടുന്നുണ്ട്. സാമൂഹ്യ നീതിക്ക് വേണ്ടിയുള്ള മുറവിളികൾ ഉയരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ദളിതരായ ആളുകൾ, കീഴ്ജാതിക്കാരായ ആളുകളുടെ സംഘടിതമായ മതമാറ്റം നടക്കുന്നുണ്ട്. ഇത്തരം ഒരു സാഹചര്യത്തിലാണ് നമുക്കറിയാം സാമൂഹിക മാറ്റങ്ങളുടെ അലയൊലികൾ കണ്ടു തുടങ്ങുന്നത്. ഏതാണ്ട് നേരത്തെ പറഞ്ഞതുപോലെ 1847 ഈ രാജ്യസമാചാരം ഉണ്ടായ
ഉണ്ടാകുന്നതിന് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് 1836 വൈകുണ്ഠസ്വാമികൾ കന്യാകുമാരിയിൽ സ്വാമിത്തോപ്പ് എന്ന് പറഞ്ഞ സ്ഥലത്ത് അദ്ദേഹം 1836 അവർണർക്കെതിരെ നടക്കുന്ന അല്ലെങ്കിൽ അവർണരോട് സമൂഹം ചെയ്യുന്ന അനീതികൾക്കെതിരെ പോരാടാൻ തീരുമാനിക്കുകയും ഇത് പിന്നീട് തിരുവിതാംകൂർ രാജാവിനെ പ്രകോപിപ്പിക്കുകയും, തിരുവിതാംകൂർ രാജാവ് എന്ന് പറയുന്നത് ആ കാലത്ത് ഓർക്കണം സ്വാതി തിരുനാളാണ്. സ്വാതി തിരുനാളിനെ നമ്മൾ ചരിത്രത്തിൽ എന്താ പറയുക ഇഷ്ടപ്പെടുന്നത് ഒരു കലാസ്നേഹിയായിട്ട് ഉള്ള ആളാണെങ്കിൽ കൂടിയും അദ്ദേഹമാണ് വൈകുണ്ഠസ്വാമികളെ അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കുന്നത്. പക്ഷേ വൈകുണ്ഠസ്വാമികൾ അതുവരെ നടത്തിവെച്ച പ്രവർത്തനം എന്ന് പറയുന്നത് നമുക്കറിയാം, കേരളത്തിലെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം മേൽമുണ്ട് സമരം അടക്കം ഉള്ള സമരങ്ങൾക്ക് ഒരുപക്ഷെ ആ കാലത്തെ സാമൂഹ്യ നേതൃത്വത്തെ സഹായിച്ചത്, അതിന് ഫലവത്തായ ഒരു റിസൾട്ട് ഉണ്ടായത് വൈകുണ്ഠസ്വാമികൾ തുടങ്ങി വെച്ച ചില പ്രക്ഷോഭങ്ങളോടെയാണ്. വൈകുണ്ഠസ്വാമികൾക്ക് ശേഷം ശ്രീനാരായണ ഗുരുവും അയ്യങ്കാളിയും അടക്കമുള്ള ആളുകൾ വരുന്നത് ഏതാനും ദശകങ്ങൾക്ക് ശേഷമാണ്. അവർ വന്നതോടു കൂടിയിട്ട് സത്യം പറഞ്ഞാൽ ആ കാലത്താണ് പത്രങ്ങൾ പൊതുവിൽ ആ കാലത്തുണ്ടായിരുന്ന പത്രങ്ങൾ സാമൂഹ്യ നീതിക്ക് വേണ്ടി നേതൃത്വം പറയുന്ന ചില ആശയങ്ങളൊപ്പം നിൽക്കണം എന്ന മട്ടിൽ ചിന്തിച്ചു തുടങ്ങിയത്. ഒരുപക്ഷെ ആ കാലത്തെ ഈ എന്താ പറയുക ഉണ്ടായിരുന്ന സാമൂഹിക പരിഷ്കരണ നേതാക്കന്മാരും വൈകുണ്ഠസ്വാമികൾ തുടങ്ങി ചാവറ കുര്യാക്കോസ് അച്ഛൻ ഉണ്ടായിരുന്നു, പിന്നെ വാഗ്ഭടാനന്ദ ഗുരു, ദുർഗാധർ മൗലവി, അയ്യങ്കാളി, നാരായണ ഗുരു, ടി പൽപ്പു, അങ്ങനെ കുമാരനാശൻ വരെയുള്ളവർ ഒരു ഘട്ടത്തിലും. ഇതിനിടയിൽ ഞാൻ വിട്ടുപോയിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട് കേട്ടോ. പിന്നീട് അവിടെ നിന്ന് ഇങ്ങോട്ട് ഒരുപക്ഷെ ഈ ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ആദ്യ ജിഹുകളായി പ്രവർത്തിച്ച മാധ്യമങ്ങളുടെ നേതൃത്വം നൽകിയ മാതൃഭൂമിയും അതുപോലെ ദേശാഭിമാനിയുടെ ടി കെ മാധവനും പിന്നെ കേളപ്പനും സി കേശവനും അടക്കമുള്ള കൊല്ലത്ത് വി വേലുക്കുട്ടി അരയനും പോലെയുള്ള നേതാക്കളുടെ ഒരു വലിയ നിര പിന്നീട് വരുന്നുണ്ട്. അപ്പം ഇവരൊക്കെ എന്തിനു വേണ്ടിയാണോ പ്രവർത്തിച്ചത്, ഇവരൊക്കെ എന്ത് തരം മൂല്യബോധത്തെയാണോ പ്രചരിപ്പിക്കാൻ ശ്രമിച്ചത്, ആ മൂല്യബോധത്തിനൊപ്പം നിൽക്കണം എന്ന് ആഗ്രഹിച്ച് വന്ന ചില പത്രങ്ങൾ, ആ പത്രങ്ങളുടെ പേരുകൾ ഒന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മൾ മാധ്യമങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന സമയത്ത് ചിലത് നമുക്ക് ഓർമ്മകൾ ഉണ്ടായിരിക്കണം എന്ന് പറയുന്നത് കൊണ്ട് പശ്ചിമതാരക എന്ന പത്രം ആദ്യകാലത്ത്, ഒരുപക്ഷെ പശ്ചിമതാരക രാജ്യസമാധാനത്തിന് ശേഷം അങ്ങനെ വരുന്നൊരു പത്രമാണ്. സന്തുഷ്ടവാദി, കേരളമിത്രം 1884 കോട്ടയത്ത് നിന്ന് കേരള പത്രിക വരുന്നുണ്ട്. 1886 തിരുവനന്തപുരത്ത് നിന്ന് മലയാളി പത്രം വരുന്നുണ്ട്. കോഴിക്കോട് നിന്ന് സഞ്ചാരി പ്രസിദ്ധീകരണം ആരംഭിച്ചു. 1887 മാന്നാനത്ത് നിന്ന് നസ്രാണി ദീപിക വരുന്നുണ്ട്. 1890 കോട്ടയത്ത് നിന്ന് മനോരമ തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഈ കാലത്തൊക്കെയും ശരിക്കും പറഞ്ഞാൽ ഇപ്പം മനോരമയൊക്കെ വളരെ കൃത്യമായി പറഞ്ഞാൽ മനോരമയും ദീപികയും ഒക്കെ അധികാരി വർഗത്തെ പ്രീണിപ്പെടുത്തുക എന്ന ആശയത്തിൽ നിന്നാണ് തുടങ്ങുന്നതെങ്കിൽ പോലും പിന്നീട് ഇങ്ങോട്ട് എന്താ പറയുക സാമൂഹിക അനാചാരങ്ങൾക്കെതിരെയും ജാതി വ്യവസ്ഥയ്ക്കെതിരെയും ഒക്കെ പൊരുതുന്ന മുഖപ്രസംഗങ്ങൾ പ്രസിദ്ധീകരിച്ചുകൊണ്ട്, വാർത്തകൾ പ്രസിദ്ധീകരിച്ചുകൊണ്ട് വായനക്കാരെ ആകർഷിക്കുന്ന അല്ലെങ്കിൽ വായനക്കാരുടെ അടുത്തേക്ക് എത്തുന്ന ഒരു സംഗതി നമ്മൾ കാണുന്നുണ്ട്. ഇതിനകത്ത് സി കൃഷ്ണൻ്റെ നേതൃത്വത്തിൽ ഇറങ്ങിയ മിതവാദിയും കുമാരനാശൻ തുടങ്ങിയ വിവേകോദയവും കേരളകൗമുദിയും ദേശാഭിമാനി അടക്കമുള്ള പത്രങ്ങളും 1917 കെ അയ്യപ്പൻ തുടങ്ങിയ സഹോദരൻ, പിന്നീട് അദ്ദേഹം സഹോദരൻ അയ്യപ്പൻ എന്നറിയപ്പെട്ടു നമുക്കറിയാം, യോഗക്ഷേമ സഭയുടെ യോഗക്ഷേമം, ഉണ്ണി നമ്പൂതിരി, നായർ സർവീസ് സൊസൈറ്റിയുടെ സർവീസ്, 1918 തുടങ്ങിയ സമദർശിയുടെ പത്രാധിപരായിരുന്ന ബാലകൃഷ്ണൻ, കെ ബാലകൃഷ്ണൻ പിന്നീട് നമുക്കറിയാം കേസരി പത്രത്തിൻ്റെ സാരഥ്യത്തിലേക്ക് വരികയും കേസരി പത്രം ഒരുപക്ഷെ അന്ന് വരെ ഉണ്ടായിരുന്ന മാധ്യമം അല്ലെങ്കിൽ പത്രപ്രവർത്തനത്തിൻ്റെ തന്നെ ദിശാലോകത്തെ വലുതാക്കിയ, വിപുലപ്പെടുത്തിയ ഒരു പത്രാധിപരായി മാറി, ഒരു പത്രമായി കേസരി മാറി. സത്യം പറഞ്ഞാൽ ഈ പത്രങ്ങളെല്ലാം തന്നെ ഏതാണ്ട് അല്പായുസ്സുകളായിരുന്നു എന്ന് പറയാം. അത് കേസരി അടക്കമുള്ള പത്രങ്ങളുടെ കാര്യത്തിൽ പ്രശ്നമുണ്ടായിരുന്നു. പലപ്പോഴും തിരുവിതാംകൂർ രാജാവിനെയോ അല്ലെങ്കിൽ ദിവാനെയോ ധിഖരിച്ചുകൊണ്ട്
പത്രം നടത്തിക്കൊണ്ട് പോകൽ വലിയ പ്രയാസമായിരുന്ന കാലമാണത്. ഈ പത്രങ്ങൾ ഒരുപക്ഷെ ആ സമയത്ത് അന്ന് നിലവിലുണ്ടായിരുന്ന സാമൂഹിക വ്യവസ്ഥകൾക്കെതിരെ കാര്യമായ ശബ്ദമുയർത്തുന്നു, നവോത്ഥാന മൂല്യങ്ങൾക്ക് വേണ്ടി വാദിക്കുന്നു, സമത്വമാണ് പ്രധാനം, സ്വാതന്ത്ര്യമാണ് പ്രധാനം എന്ന് പറഞ്ഞുകൊണ്ട്, സമത്വമാണ് പ്രധാനം എന്ന് പറഞ്ഞുകൊണ്ട് സാമൂഹിക പരിഷ്കരണവാദികളുടെ ഒപ്പം നിൽക്കുന്നു, സ്വാതന്ത്ര്യമാണ് പ്രധാനം എന്ന് പറഞ്ഞുകൊണ്ട് ദേശീയവാദികളുടെ, ദേശീയ സമരത്തിൻ്റെ നേതൃത്വം നൽകിയ ആളുകളുടെ ഒപ്പം നിൽക്കുന്നു. ഓർക്കണം, ആ കാലത്താണ്, ഏതാണ്ട് ആ സമയത്താണ് 20ാം നൂറ്റാണ്ടിൻ്റെ ഏതാണ്ട് പിന്നെ പകുതിക്ക് മുമ്പുള്ള ഒരു കാലത്ത് 1920 ഇങ്ങോട്ടാണ് വൈക്കം സത്യാഗ്രഹവും ഗുരുവായൂർ സത്യാഗ്രഹവും നടക്കുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ക്ഷേത്രത്തിലേക്ക് പ്രവേശനം കിട്ടുക, ക്ഷേത്രത്തിലേക്ക് ദളിതർക്ക് പ്രവേശനം അനുവദിക്കുക എന്ന ലക്ഷ്യത്തോടെ തുടങ്ങിയ സമരമായിരുന്നു ഇത്. കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്നുള്ള ആളുകൾ ഈ സമരത്തിലേക്ക് കടന്നു വരുന്നു. ഗാന്ധിജി അടക്കമുള്ള ആളുകൾക്ക് ഈ സമരത്തിലേക്ക് കടന്നു വരേണ്ടി വന്നൊരു സാഹചര്യമുണ്ടായി. ഓർക്കണം, മാതൃഭൂമി പോലൊരു പത്രം തുടങ്ങുന്നത് ഏതാണ്ട് ആ സമയത്താണ്. മാതൃഭൂമി പത്രത്തിൻ്റെ എന്താ പറയുക, പേജുകൾ വൈക്കം സത്യാഗ്രഹ സമരത്തെ കൊണ്ട് നിറയുന്ന ഒരു കാലമായിരുന്നു അത്. പക്ഷെ പിന്നീട് ഇവരെന്താ ചെയ്തതെന്ന് വെച്ചാൽ ഈ വാർത്തകൾ കൊടുക്കുക മാത്രമല്ല, വൈക്കം സത്യാഗ്രഹ സമരത്തെ തുടർന്ന് കാര്യമായ പ്രക്ഷോഭമുണ്ടായ സമയത്ത് മാതൃഭൂമിയുടെ പത്രാധിപരായിരുന്ന KP കേശവമേനോനും മാനേജരും അറസ്റ്റ് വരിക്കുന്ന, ഈ സമരത്തിൽ പങ്കെടുത്തുകൊണ്ട് അറസ്റ്റ് വരിക്കുന്ന സാഹചര്യം പോലും ഉണ്ടായി. അദ്ദേഹം ജയിലിലിരുന്നു കൊണ്ട് ജയിലിൽ പോകുന്നതിന് മുമ്പ് അദ്ദേഹം ഒരു മുഖപ്രസംഗം എഴുതിയിട്ടാണ് പോയത്. ആ മുഖപ്രസംഗം വളരെ പ്രസക്തമാണ്. പ്രത്യേകിച്ചും അതിങ്ങനെയാണ്: ഏതൊരു കാര്യത്തിന് വേണ്ടിയാണോ കഴിഞ്ഞ ഒരു കൊല്ലത്തിലധികമായി മാതൃഭൂമി പരിശ്രമിച്ചത്, ആ കാര്യത്തിന് വേണ്ടി തന്നെയാണ് ഇപ്പോൾ എനിക്ക് അതിനെ പിരിഞ്ഞിരിക്കേണ്ടി വരുന്നതും. തീണ്ടലും അയിത്തവും കേരളത്തിൽ നിന്ന് നീക്കുന്നതിന് മാതൃഭൂമി ആപ്പീസിൽ ഇരിക്കുന്നതിനേക്കാൾ തിരുവിതാംകൂറിലെ തടവുമുറിയിൽ ഇരിക്കുന്നതാണ് അധികം പ്രയോജനകരമായി ഇരിക്കുന്നതെങ്കിൽ ആ വാസത്തിൽ എന്നിൽ ഒട്ടും കുറയാത്ത സന്തോഷം പ്രിയപ്പെട്ട വായനക്കാർക്കും ഉണ്ടാകും എന്നതിൽ സംശയമില്ല എന്നാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. അപ്പോൾ ദേശീയ സ്വാതന്ത്ര്യത്തിന് ഒപ്പം സഞ്ചരിച്ച, അല്ലെങ്കിൽ ആ കാലത്ത് ഇത്തരത്തിലുള്ള സാമൂഹിക തിന്മകൾക്കും അനീതികൾക്കും എതിരെ സഞ്ചരിച്ച ഒരു പത്രം ഇന്ന് എന്ത് തരത്തിലുള്ള മൂല്യമാണ് അല്ലെങ്കിൽ പത്രധർമ്മമാണ് നിർവഹിക്കുന്നത് എന്നത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. നിങ്ങൾ പലരും മാതൃഭൂമി വായനക്കാരായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ കാലത്ത് തന്നെ ആണ് ഒരു പക്ഷേ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ദേശീയ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള സമരം ശക്തമാകുന്ന സമയമാണിത്. സിവിൽ ലംഘന പ്രസ്ഥാനം ഇന്ത്യയിൽ മറ്റെവിടെയും പോലെ കേരളത്തിലും വളരെ സ്വാധീനം ചെലുത്തുകയുണ്ടായി. ഈ സമയത്ത് ഒട്ടുമിക്ക പത്രങ്ങളും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഒപ്പം നിന്നുകൊണ്ട് സമര ആശയങ്ങൾ ജനങ്ങളിൽ എത്തിക്കാനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിടുന്ന സമയമാണ്. ആ കാലത്ത് ആണ് പത്രമാരണ നിയമങ്ങൾ വരുന്നത്. അത് ബ്രിട്ടീഷുകാർ പൊതുവിൽ ഇന്ത്യയിൽ അത്തരത്തിലുള്ള പത്രങ്ങളെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയും അവരുടെ സ്വാതന്ത്ര്യ അഭിലാഷങ്ങളെ കെടുത്തുന്നതിന് വേണ്ടിയും ഉണ്ടാക്കിയിട്ടുള്ള നിയമങ്ങൾ ഏറിയും കുറഞ്ഞ തോതിൽ എന്താ പറയുക, തിരുവിതാംകൂറിലും അല്ലെങ്കിൽ കൊച്ചിയിലെ രാജാവും ഒക്കെ പത്ര ബില്ലുകളായിട്ട്, പത്രമാരണ നിയമങ്ങളുടെ ചുവട് പിടിച്ചുകൊണ്ട് പ്രത്യേക പത്ര ബില്ലുകൾ ഇവിടെ തിരുവിതാംകൂറിൽ അവതരിപ്പിക്കുന്നുണ്ട്. അങ്ങനെയാണ് കേസരി അടക്കമുള്ള പത്രങ്ങൾ അല്ലെങ്കിൽ കേസരിയെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടാണ് ശരിക്കും പറഞ്ഞാൽ തിരുവിതാംകൂർ രാജാവ് ഈ നിയമം കൊണ്ടുവന്നത് എന്ന് വേണമെങ്കിൽ പറയാം. കേസരി ഇല്ലാതാകുന്നതിൻ്റെ ഒരുപക്ഷെ ചരിത്രം നിങ്ങൾ പിന്നീട് ബാലകൃഷ്ണപിള്ളയുടെ ജീവിതം കഥ വായിച്ചിട്ടുള്ളവർക്കറിയാം. വെറും ഒരു നാമമാത്രമായ പ്രശ്നം, ലൈസൻസ് ഫീസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ലൈസൻസ് ഫീസ് മറ്റൊരാൾക്ക് ലൈസൻസ് ഫീസ് അടയ്ക്കാൻ പറ്റൂ, ഇദ്ദേഹത്തിന് അടയ്ക്കാൻ പറ്റുന്നില്ല, അപ്പം അങ്ങനെ ഉള്ള വ്യവസ്ഥ നിലനിൽക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് കേസരി നിർത്തലാക്കാൻ ബാലകൃഷ്ണപിള്ള നിർബന്ധിതനാകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അന്ന് വരെ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ആ കാലത്തുണ്ടായിരുന്ന ഒരു പത്രധർമ്മത്തിന് ദിശാബോധം നൽകിയിരുന്ന ഒരു പത്രം ഏതാണ്ട് അതോടെ ഇല്ലാതായെന്ന് പറയാം. ഇന്നും നമ്മുടെ പത്രങ്ങളും പല മാധ്യമങ്ങളും ഇല്ലാതാകുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഞാൻ ഇത് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, നിങ്ങൾ കഴിഞ്ഞ ദിവസം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ജം കട്ട് നടത്തുന്നതിൽ ക്ഷമിക്കണം കേട്ടോ. അത് എന്താണെന്ന് വെച്ചാൽ പിന്നെ ചില കാര്യങ്ങൾ നമുക്ക് അങ്ങനെ കണക്ട് ചെയ്യേണ്ടതുണ്ട്. നമ്മളിത് പറയുമ്പോൾ നമ്മളിന്ന് ഓർക്കേണ്ടത് കഴിഞ്ഞ 2-3-4 ദിവസങ്ങളായിട്ട് നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത് NDTVയുടെ സാരഥ്യത്തിൽ നിന്ന് പ്രണവ് റോയും രാധിക റോയും രാജിവെച്ചു, രവീഷ് കുമാർ രാജിവെച്ചു, അദാനി ഏതാണ്ട് അതിൻ്റെ സമ്പൂർണ്ണ നേതൃത്വത്തിലേക്ക് വന്നു കഴിഞ്ഞു.
നേരത്തെ കുഞ്ഞാമ്മ മാഷ് പറഞ്ഞ ഒരു കാര്യം, എന്താണ് കൺട്രോൾ ചെയ്യുക എന്ന് പറയുന്നത്. അതായത് പവർ എങ്ങനെയാണ് അല്ലെങ്കിൽ വെൽത്ത് എങ്ങനെയാണ് ഒരു സിസ്റ്റത്തെ ഏറ്റെടുക്കുന്നത്, ഒരു സിസ്റ്റത്തെ കൺട്രോൾ ചെയ്യുന്നത് എന്നതിൻ്റെ ഒരു കൃത്യം ഉദാഹരണത്തിലേക്ക് നമുക്ക് ഈ അദാനിയുടെ NDTV ഏറ്റെടുക്കലിനെ വായിക്കാനാകും. കാരണം മാധ്യമം എന്ന് പറയുന്നത് നിയന്ത്രണമാണ്, അധികാരമാണ്. ആ അധികാരം വെൽത്തുള്ള ആൾക്ക് എങ്ങനെയാണ് ഈ അധികാരം കൂടി എങ്ങനെയാണ് അയാളെ ഏറ്റെടുത്തുകൊണ്ട് ഒരു 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 സമ്പൂർണ്ണ അധികാരത്തിലേക്ക് എത്തുക എന്നത് ഒരു പക്ഷേ നമ്മളിനി അദാനിയുടെ തുടർന്നുള്ള പ്രവർത്തനങ്ങളിൽ നിന്ന് കാണാൻ പോകുന്നതേ ഉള്ളൂ. ഓക്കെ, ഞാൻ ഒന്ന് ആനുഷികമായി പറഞ്ഞു എന്ന് മാത്രം. നമുക്കറിയാം ഒരുപക്ഷെ പിന്നെ മലയാള മനോരമ അടക്കമുള്ള പത്രങ്ങൾ സ്വാതന്ത്ര്യ ആ സമയത്ത് 1947 കാലത്ത് മനോരമയുടെ കോട്ടയം ഓഫീസ് പൂട്ടി സീല് വെക്കുന്നുണ്ട്, ഇനി ഒരിക്കലും തുറക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട്. പിന്നീട് സ്വാതന്ത്ര്യത്തിന് ശേഷം ഒരുപക്ഷെ സ്വാതന്ത്ര്യ പുലരിയെക്കുറിച്ച് അവർക്ക് റിപ്പോർട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതിനുശേഷം ഏതാണ്ട് 1, 2, 3 വർഷം കഴിഞ്ഞിട്ടാണ് പിന്നീട് വീണ്ടും മനോരമ പത്രം പ്രവർത്തിച്ചു തുടങ്ങുന്നത്. അങ്ങനെ ഒരുപക്ഷെ അത്തരം ശക്തമായി കടുത്ത നിലപാടുകൾ എടുത്തുകൊണ്ട് സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടിയും അല്ലെങ്കിൽ അതിലേക്ക് നയിച്ച ആശയങ്ങൾക്കൊപ്പം നിന്ന ഈ പത്രങ്ങളൊക്കെയും എന്താണ് ഈ പത്രങ്ങൾക്ക് സ്വാതന്ത്ര്യത്തിന് ശേഷം സംഭവിച്ചത് എന്നാണ് നമ്മൾ ഒന്ന് കാണാൻ പോകുന്നത്. സ്വാതന്ത്ര്യത്തിന് ശേഷം ഒരുപക്ഷെ പിന്നെ സ്വാതന്ത്ര്യ പുലരിയിൽ എന്താ പറയുക, ഒരു ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് ഒരുപക്ഷെ ഈ പ്രമുഖമായി അന്ന് നിലവിലുണ്ടായിരുന്ന മാധ്യമങ്ങളെല്ലാം തന്നെ വലിയ സന്തോഷത്തിലായിരുന്നു. കാരണം എന്ന് വെച്ചാൽ അതുവരെ തങ്ങൾ എന്തിനു വേണ്ടിയാണോ പോരാടിയത് ആ ലക്ഷ്യം സാധ്യമായി എന്ന ചാരിതാർത്ഥ്യത്തോട് കൂടിയിട്ടാണ് ആദ്യത്തെ കുറച്ച് നാളുകളിൽ ഈ സ്വാതന്ത്ര്യം എന്ന സങ്കല്പനം ഏറ്റവും പൂർണ്ണമായ അർത്ഥത്തിൽ നിലനിർത്തണം എന്ന മുഖപ്രസംഗത്തോട് കൂടിയിട്ടുള്ളതായിരുന്നു ആ നാളുകളിലെ പല പത്രങ്ങളുടെയും എഡിറ്റോറിയൽ. പക്ഷെ പിന്നീട് ഇങ്ങോട്ട് പതുക്കെ പോകുന്ന സമയത്ത് എന്ത് സംഭവിച്ചു എന്ന് അടുത്ത കാലത്ത് ഞാൻ തോമസ് ജേക്കബ് എന്ന് പറഞ്ഞ് മലയാള മനോരമയുടെ സമാരാധ്യനായ പത്രാധിപരുമായിട്ട് ഒരു അഭിമുഖ സംഭാഷണത്തിൽ ചോദിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞത്, ശ്രീ തോമസ് ജേക്കബ് പറയാണ്, അത് പിന്നെ നമുക്ക് ലക്ഷ്യമില്ലാതായി. അതുവരെ ഉണ്ടായിരുന്ന ഒരു മഹത്തായ ലക്ഷ്യമുണ്ടായിരുന്നു, ഒരു മഹത്തായ എന്താ പറയുക ഉദ്ദേശമുണ്ടായിരുന്നു. സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം പിന്നീട് ഇങ്ങോട്ട് മാധ്യമങ്ങൾക്ക് ആ ലക്ഷ്യം, ഒരു നിയതമായ ലക്ഷ്യമില്ലാതായി. നിയതമായ ലക്ഷ്യം ഇല്ലാതായി എന്ന് മാത്രമല്ല, ഒരുപക്ഷെ കേരളത്തിൻ്റെ സാമൂഹ്യ രാഷ്ട്രീയ ഘടനയിൽ വ്യക്തമായ ചേരിതിരിവുകൾ ഉണ്ടായി തുടങ്ങിയതും ആ കാലത്താണ്. അപ്പോൾ എന്തായിരുന്നു ആ ചേരിതിരിവുകൾ? നമുക്കറിയാം, കേരളത്തിൽ കോൺഗ്രസ് സോഷ്യലിസ്റ്റുകൾ പിന്നീട് അവിടെ നിന്ന് ഇങ്ങോട്ട് കൃത്യമായും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായി രേഖപ്പെടുത്തിക്കൊണ്ടാണ് പ്രവർത്തനം ആരംഭിക്കുന്നത്. അപ്പം ആ കാലം വരെയും നമുക്കറിയാം ക്വിറ്റ് ഇന്ത്യ സമരത്തെ സംബന്ധിച്ചും അതുപോലെ 2ാം ലോക മഹായുദ്ധത്തിൽ ഇന്ത്യയുടെ പാർട്ടിസിപ്പേഷനെ സംബന്ധിച്ചും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനും അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും അല്ലെങ്കിൽ കോൺഗ്രസ് സോഷ്യലിസ്റ്റുകൾക്കും കടുത്ത അഭിപ്രായ ഭിന്നതകളുണ്ടായിരുന്നു. അപ്പം ഈ അഭിപ്രായ ഭിന്നതകളെല്ലാം കൂടി പുറത്തു വരികയും അവർ ചേരിതിരിഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ അവർ മാറി നിന്നുകൊണ്ട് കൃത്യമായി അടയാളപ്പെടുത്തിയ 2 രാഷ്ട്രീയ പാർട്ടികളായി പ്രവർത്തിക്കാൻ തീരുമാനിക്കുന്ന സമയമാണ്. ഇതിനിടയിൽ കോൺഗ്രസിൽ തന്നെ എന്താ പറയുക, പിന്നീട് അവിടെ നിന്ന് ഇങ്ങോട്ട് സഞ്ചരിക്കുന്ന സമയത്ത് നമുക്ക് കാണാം കോൺഗ്രസിൽ തന്നെ പല വിഭാഗങ്ങൾ രൂപമെടുത്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ തന്നെ എന്താ പറയുക, ചൈനയെ സപ്പോർട്ട് ചെയ്യുന്നവരൊന്നും അല്ലാത്തവരൊന്നും തരത്തിലുള്ള വേർതിരിവുകൾ വരുന്നത് നമ്മൾ ചരിത്രത്തിൽ വായിച്ചിട്ടുണ്ട്. അപ്പം ഈ രീതിയിൽ കേരളത്തിൻ്റെ രാഷ്ട്രീയ സാമൂഹിക മണ്ഡലം വേർതിരിക്കപ്പെട്ട് കൊണ്ട് അടയാളപ്പെടുത്തപ്പെട്ട ഒരു കാലമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ പത്രങ്ങൾക്കും സ്വാഭാവികമായി ഇതിനകത്ത് ചില നിലപാടുകൾ എടുക്കേണ്ടി വന്നു. നിലപാടുകൾ എടുക്കുക മാത്രമല്ല, ഒരുപക്ഷെ പത്ര നടത്തിപ്പ് എന്നത് ഒരു എന്താ പറയുക, ഒരു പ്രത്യേക തരത്തിലേക്ക് അതുവരെ മുമ്പുണ്ടായിരുന്നതിൽ നിന്ന് വ്യത്യസ്തമായി നേരത്തെ ജനങ്ങളിൽ നിന്ന് പിരിച്ചുകൊണ്ട് ആണ് പത്രം നടത്തിയിരുന്നതെങ്കിൽ ഇന്നത് ആ കാലത്തത് സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള കാലത്ത് സാധ്യമല്ലാതെ വരികയും പത്രങ്ങൾക്ക് പ്രവർത്തിക്കാൻ മൂലധനം ആവശ്യമായി വരികയും ചെയ്തു. അപ്പോൾ ഈ കാലത്തെ കുറിച്ചുകൊണ്ട് ഒരുപക്ഷെ വളരെ രസകരമായ ഒരു നിരീക്ഷണം നടത്തിയിട്ടുള്ളത് സ്വാതന്ത്ര്യാനന്തരം കേരളത്തിലെ 50 വർഷം മലയാള പത്രപ്രവർത്തന രംഗത്തുണ്ടായ മാറ്റത്തെക്കുറിച്ചിട്ട്. നമ്മൾ 75 വർഷത്തെക്കുറിച്ചിട്ടാണ് ആലോചിക്കുന്നത്. പക്ഷേ 50 വർഷം
വർഷം കഴിഞ്ഞപ്പോൾ എന്താണ് മാറിയത് എന്ന് EMS നമ്പൂതിരിപ്പാട് നിരീക്ഷിച്ചിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത്, സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷമുള്ള ഇന്ത്യയിലും സംസ്ഥാന രൂപീകരണത്തിന് ശേഷമുള്ള കേരളത്തിലും പുതിയ ഇന്ത്യയിൽ പുതിയ കേരളം കെട്ടിപ്പടുക്കുന്നതിനുള്ള ഉപകരണമായി പ്രവർത്തനം മാറുമെന്നായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ നടന്നത് അങ്ങനെയല്ല. മുതലാളിത്ത മാർഗത്തിലൂടെ ഇന്ത്യയും കേരളത്തെയും പുരോഗമിപ്പിക്കുക എന്ന കാഴ്ചപ്പാടിൻ്റെ ഭാഗമായി സ്വകാര്യ ലാഭം ഉണ്ടാക്കാനുള്ള മാധ്യമമായി ഇന്ത്യയിലാകെയും കേരളത്തിലുമുള്ള പത്രമുടമകൾ പത്രപ്രവർത്തനത്തെ മാറ്റിത്തീർത്തു. മറ്റ് ബിസിനസ്സുകളെപ്പോലെ പത്രപ്രവർത്തനവും ഒരു കച്ചവടമായി മാറി. ഈ ബിസിനസ് വൽക്കരണമാണ് സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷമുള്ള പത്രപ്രവർത്തനത്തിൻ്റെ മുഖമുദ്ര. ഇതേ സംബന്ധിച്ച് ഇതേ വിഷയത്തിൽ ശ്രീ കെ മാത്യു പറഞ്ഞത് ഇങ്ങനെയാണ്: പത്രങ്ങളിൽ പ്രൊഫഷണലിസം വന്നു. ഇതോടുകൂടി അതിനു മുമ്പ് വഹിച്ചിരുന്ന പത്രധർമ്മത്തിൽ വ്യത്യാസം വരികയും പത്രങ്ങൾ സമൂഹ അഭിലാഷത്തോട് കൂടുതൽ അടുക്കുകയും ചെയ്തു. ഈ വാക്ക് ശ്രദ്ധിക്കണം. സമൂഹ അഭിലാഷം, മറ്റൊരിടത്ത് അദ്ദേഹം പറയുന്നത് ജനാഭിലാഷം എന്നാണ്. ജനാഭിലാഷത്തോട് അല്ലെങ്കിൽ സമൂഹ അഭിലാഷത്തോട് കൂടുതൽ അടുക്കുകയും ചെയ്തു. ഇതാണ് സ്വാതന്ത്ര്യാനന്തര പത്രപ്രവർത്തനത്തിൻ്റെ കാതൽ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കാനുള്ളത് EMS പറഞ്ഞ ഈ ബിസിനസ് വൽക്കരണവും അതുപോലെ KM മാത്യു തുറന്നു സമ്മതിച്ച ഈ ജനാഭിലാഷത്തോട് അടുത്തു നിൽക്കുന്നു എന്ന് പറയുന്ന, ജനാഭിലാഷം എന്താണോ അത് ആണ് ഞങ്ങൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് എന്ന് പറയുന്ന തരത്തിലുള്ള പുതിയ ശീലവുമാണ് ഒരുപക്ഷെ സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള മാധ്യമ പ്രവർത്തനത്തിൻ്റെ ദിശ നിശ്ചയിച്ചത് എന്ന് വേണമെങ്കിൽ പറയാം. ഈ ജനാഭിലാഷം അല്ലെങ്കിൽ സമൂഹാഭിലാഷം എന്ന് പറയുന്നത് ഭയങ്കര ലോഡഡ് ആയിട്ടുള്ള ഒരു വാക്കാണ്. കാരണം എന്ന് വെച്ചാൽ ജനത്തിനെ എന്തും അഭിലഷിക്കാം, അല്ലെങ്കിൽ ജനം എന്താണ് അഭിലഷിക്കുന്നതെന്ന് നമ്മൾ അറിയുന്നില്ല. അപ്പം എന്തും വാർത്തയാക്കാം, എന്തും മാധ്യമധർമ്മത്തിൻ്റെ ജനാഭിലാഷത്തിൻ്റെ ജനാഭിലാഷം എന്ന ജസ്റ്റിഫിക്കേഷൻ കൊടുത്തുകൊണ്ട് എന്തും വാർത്തയാക്കാം എന്ന് പറയുന്നിടത്ത്, എങ്ങനെയും വാർത്തയാക്കാം എന്ന് പറയുന്നിടത്ത് കൃത്യമായ ഒരു മുതലാളിത്ത താല്പര്യം വർക്ക് ചെയ്യുന്നുണ്ട്. അതിനെ സമ്മിശ്രമായി, നേരത്തെ പറഞ്ഞ ബിസിനസ് വൽക്കരണത്തെയും ഈ ജനാഭിലാഷ എന്ന സംഗതിയെയും സമ്മിശ്രമായി കൂട്ടി യോജിപ്പിച്ചുകൊണ്ടാണ് പിന്നീട് ഇങ്ങോട്ട് ഒരുപക്ഷെ സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള കേരളത്തിലാകട്ടെ ഇന്ത്യയിലാകട്ടെ മാധ്യമ പ്രവർത്തനം നടന്നത്. ഇത് നമ്മുടെ മാത്രം ഒരു പ്രതിഭാസമല്ല. നമ്മളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ ആ കാലങ്ങളിൽ ബ്രിട്ടീഷ് ടാബ്ലോയിഡ് പത്രങ്ങളായിരുന്നു ഇക്കാര്യത്തിൽ നമ്മുടെ മാതൃക എന്ന് വേണമെങ്കിൽ പറയാം. ആ പത്രങ്ങൾ പ്രധാനമായി ഇപ്പം ബ്രിട്ടീഷ് ടാബ്ലോയിഡ് പത്രങ്ങൾ ഒരുപക്ഷെ അന്നത്തെ പത്രങ്ങളുടെ എന്താ പറയുക, ഗൂഗിൾ സെർച്ച് ചെയ്താൽ അറിയാം വാർത്ത എവിടെ കൊടുക്കണം, അല്ലെങ്കിൽ ഈ ഒരു പേജ് വാർത്ത കൊടുക്കുന്നതിന് ഈ പേജിനകത്ത് എത്ര കോളം പരസ്യമുണ്ട് എന്ന് തീരുമാനിച്ചതിന് ശേഷം മാത്രമാണ് എത്ര കോളം വാർത്തകൾ നമുക്ക് കൊടുക്കാമെന്ന് തീരുമാനിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഒരുപക്ഷെ അത്തരത്തിലുള്ള ഒരു മാധ്യമ പ്രവർത്തന ശൈലിയിലേക്ക് ഇന്ത്യ വന്നത് എനിക്ക് തോന്നുന്നു ടൈംസ് ഓഫ് ഇന്ത്യയാണ് അത് ഇന്ത്യയിൽ അത് പ്രചരിപ്പിച്ചത്. ഇംഗ്ലീഷ് മാധ്യമങ്ങളിൽ, ഇന്ത്യൻ ഇംഗ്ലീഷ് മാധ്യമങ്ങളിൽ അത് ഒരു മോഡലാക്കി എടുത്തത് ടൈംസ് ഓഫ് ഇന്ത്യയുടെ വന്നിട്ടുള്ള, അല്ലെങ്കിൽ ടൈംസ് ഓഫ് ഇന്ത്യയിൽ അതുവരെ ഉണ്ടായിരുന്ന ഫ്രാങ്ക് മൊറീസൺ എന്ന പ്രമുഖനായ, ഒരുപക്ഷെ ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച പത്രാധിപന്മാരിൽ ഒരാളായിട്ടുള്ള ആളെ മാറ്റിക്കൊണ്ട് ടൈംസ് ഓഫ് ഇന്ത്യയുടെ ഉടമസ്ഥത വഹിച്ചിരുന്ന ബെനറ്റ് കോൾമാൻ കമ്പനി, അശോക് ജെയിൻ എന്ന കമ്പനി ചെയർമാൻ, അദ്ദേഹത്തിൻ്റെ മകനായ സമീർ ജെയിനെ പത്രത്തിൻ്റെ സാരഥ്യം ഏൽപ്പിക്കുകയും അദ്ദേഹം ഈ പത്രം വിൽക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പുതിയ പദ്ധതി ആവിഷ്കരിക്കുകയും ചെയ്തു. അതിങ്ങനെയായിരുന്നു: സെൽ യുവർ സ്പേസ്, ഫസ്റ്റ് സെൽ യുവർ സ്പേസ് ടു നോട്ട് ടു ദ ന്യൂസ് ബട്ട് ടു ദി പ്രോഡക്ട്സ്, അല്ലെങ്കിൽ പരസ്യങ്ങൾക്ക് വേണ്ടി, അഡ്വർടൈസ്മെൻറ്റ്സിന് വേണ്ടിയിട്ട് സെല്ല് ചെയ്യുക. അങ്ങനെ ആണ് എന്താ പറയുക പത്രങ്ങൾ. അത് കഴിഞ്ഞിട്ട് അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പോയിന്റ്. അദ്ദേഹം പറഞ്ഞ രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് പത്രങ്ങളും അല്ലെങ്കിൽ വാർത്തയും പരസ്യവും തമ്മിലുള്ള അകലം കുറയ്ക്കുക എന്നുള്ളതായിരുന്നു അദ്ദേഹം പറഞ്ഞ രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ പരസ്യം നൽകുന്ന സ്ഥാപനങ്ങളുമായി, അല്ലെങ്കിൽ പരസ്യം നൽകുന്ന വൻകിട കമ്പനികളുമായി രഹസ്യബന്ധങ്ങളിൽ ഏർപ്പെടുക. അപ്പോൾ ഇതെന്ന് പറയുന്നത് പത്രം എന്ന് പറയുന്നത് കൃത്യമായിട്ടും ഒരു വ്യാവസായിക, നേരത്തെ പറഞ്ഞതുപോലെ ബിസിനസ് EMS സൂചിപ്പിച്ചതുപോലെ ബിസിനസ് വൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് കൃത്യമായിട്ടുള്ള ഒരു പ്രോഡക്റ്റായി മാറുകയും ആ പ്രോഡക്റ്റിനെ സെല്ല് ചെയ്യുക. അപ്പോൾ പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു എന്താ പറയുക, ഈ വൃത്താന്ത പത്രപ്രവർത്തനം, അതുവരെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ മലയാള മാധ്യമ പ്രവർത്തനത്തെക്കുറിച്ച് പറഞ്ഞിരുന്നത് വൃത്താന്ത പത്രപ്രവർത്തനം എന്നായിരുന്നുവെങ്കിൽ അതിനുശേഷം അത് മൂലധന
മൂലധനാധിഷ്ഠിത വ്യവസായം എന്ന മട്ടിലേക്ക് മാറി. വൃത്താന്ത പത്രപ്രവർത്തനം എന്ന പേര് പോലും ഏതാണ്ട് ഇല്ലാതായി. അപ്പം ഈ കൃത്യമായ മൂലധനം ആവശ്യമായി വരുമ്പോൾ നിങ്ങളൊരു പ്രോഡക്റ്റ് ഡിസൈൻ ചെയ്യേണ്ടതുണ്ട്. അത് നേരത്തെ പറഞ്ഞ പോലെയുള്ള ജനാഭിലാഷത്തിന് അനുകൂലമായിട്ടുള്ള പ്രോഡക്റ്റ് ആയിരിക്കണം. അപ്പോൾ അതിന് എന്തൊക്കെ സെല്ല് ചെയ്യാൻ പറ്റും, അതിനെങ്ങനെ സ്പേസ് സെല്ല് ചെയ്യാൻ പറ്റും, സ്പേസിനെ നിങ്ങൾ എങ്ങനെ ഡിസൈൻ ചെയ്യണം, നിങ്ങൾ കൊടുക്കുന്ന പരസ്യങ്ങളെ എങ്ങനെ ഡിസൈൻ ചെയ്യണം, വാർത്തയെ എങ്ങനെ ഡിസൈൻ ചെയ്യണം, വാർത്തയ്ക്കുള്ളിലും നിങ്ങൾക്ക് പരസ്യം വിൽക്കാൻ പറ്റും. അപ്പം അതെങ്ങനെ ആയിരിക്കണം എന്ന തരത്തിലേക്ക് ഒരുപക്ഷെ ഇന്ത്യൻ മാധ്യമ രംഗം മുഴുവൻ, നമുക്ക് കേരളത്തിലെ മാധ്യമങ്ങൾക്ക് അതിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റില്ല. ഇപ്പോഴും നമുക്ക് ചില വാർത്തകൾ വായിക്കുന്ന സമയത്ത് എന്തോ ഇത് വാർത്തയാണോ അതോ ഇത് പെയ്ഡ് ന്യൂസ് ആണോ എന്നൊക്കെ തരത്തിൽ നമ്മൾ ആലോചിക്കാറുണ്ട്. അപ്പം ആ നിലയിലേക്ക് വാർത്തയ്ക്കുള്ളിലേക്ക് ഇത്തരത്തിലുള്ള പരസ്യങ്ങളെ ഒളിപ്പിച്ച് കടത്തുന്ന രീതി തുടങ്ങി വെച്ചത് അതിന് നമ്മൾ അദ്ദേഹത്തോട് ടൈംസ് ഓഫ് ഇന്ത്യയോട് എല്ലാ അർത്ഥത്തിലും കടപ്പെട്ടിരിക്കുന്നു. എന്തായാലും ഇങ്ങനെ ഒരു സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള പത്രപ്രവർത്തനത്തിൻ്റെ നേരത്തെ പറഞ്ഞിട്ടുള്ള കേസരി തുടങ്ങിയൊക്കെ വെച്ചിട്ടുള്ള ദിശാബോധത്തിൽ നിന്ന് മാറിക്കൊണ്ട് മൂലധനാധിഷ്ഠിത അല്ലെങ്കിൽ ഉൽപ്പന്ന കേന്ദ്രീകൃത വ്യവസായം എന്ന നിലയിലേക്ക് മാറ്റുന്നത് ഇവരാണ്. അപ്പം അവിടെ നിന്നുകൊണ്ട് മറ്റു മാധ്യമങ്ങൾക്കും ആ രീതി തുടരാതെ നിവൃത്തിയില്ലെന്നായി. അതോടുകൂടിയിട്ട് ഇപ്പം നമുക്കറിയാം അതുവരെ ഇപ്പം നമ്മൾ നേരത്തെ മാതൃഭൂമിയെക്കുറിച്ച് പറഞ്ഞു, അല്ലെങ്കിൽ കേരള കൗമുദി പോലുള്ള പത്രങ്ങൾ അനാചാരങ്ങൾക്കും അന്ധവിശ്വാസങ്ങൾക്കും എതിരെ പൊരുതിയിരുന്ന പത്രങ്ങൾ ഏലസിനെ കുറിച്ചിട്ട്, ഏലസ് മഹാത്മ്യത്തെക്കുറിച്ച് പരസ്യം കൊടുക്കുന്നത് നമ്മളെല്ലാവരും വായിക്കുന്നുണ്ട്. ഈ അടുത്ത നരബലി ചർച്ചാ വിഷയമായപ്പോഴും അതുപോലെ ചൊവ്വാദോഷമുള്ള പെൺകുട്ടി കഷായം കൊടുത്ത് യുവാവിനെ കൊന്ന വിഷയം ചർച്ചാ വിഷയമായപ്പോഴുമൊക്കെ ഈ ഏലസ് മഹാത്മ്യ കഥകൾ വീണ്ടും ആളുകൾ പൊതുസമൂഹത്തിലേക്ക് എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് ഇത്തരത്തിലുള്ള പരസ്യങ്ങൾ ഉണ്ടാകുന്നത്? ഇപ്പം നമുക്കറിയാം ശ്രാദ്ധദിന പരസ്യങ്ങൾ ഏറ്റവും കൂടുതൽ വന്നത് മാതൃഭൂമി പത്രത്തിലായിരുന്നു. അപ്പോൾ അതിനെ വെല്ലാനാണ് മനോരമ ഉദ്ദിഷ്ടകാര്യത്തിന് ഉപകാരസ്മരണ പോലെയുള്ള പരസ്യങ്ങൾ പിന്നീട് പ്രചരിപ്പിക്കാൻ തുടങ്ങിയത്. ഇപ്പോൾ നമുക്ക് മനോരമയിൽ ചില ദിവസങ്ങളിൽ ഏതാണ്ട് ഒരു പേജ് മുഴുവൻ ഉദ്ദിഷ്ടകാര്യത്തിന് ഉപകാരസ്മരണ എന്ന സംഗതികൾ നമ്മൾ കാണുന്നുണ്ടാകും. അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ നമ്മൾ ഈ ബനാലാകുക എന്ന് പറയും, ബനാലിറ്റി ഓഫ് ദ ഇവിൽ എന്നുള്ള ഒരു സങ്കല്പം തന്നെയുണ്ട് ഹെന്ന ആരൻഡ് സൂചിപ്പിച്ച. ഏതാണ്ട് അതേ നിലയിലാണ് നമുക്കിന്ന് മാധ്യമങ്ങൾ, അതായത് ഒരു ഇവിൽ നമ്മുടെ മുന്നിൽ നടക്കുന്നുണ്ട്, ഒരു തിന്മ അല്ലെങ്കിൽ ഒരു തെറ്റ് നമ്മുടെ മുന്നിലുണ്ട്. പക്ഷേ ആ തെറ്റ് പോലും സാധാരണമാകുന്ന തരത്തിലേക്ക് ആ തെറ്റ് നോർമൽ ആകുന്നുണ്ട്. നമുക്കിതൊരു പ്രശ്നമല്ലാതായി മാറുന്നുണ്ട്. ഇത്തരത്തിൽ വാർത്തകൾ വരുന്നത്, ഇപ്പോൾ പെയ്ഡ് ന്യൂസ് വരുന്നത് നമുക്കൊരു പ്രശ്നമല്ലാതായി മാറുന്നുണ്ട്. ഇങ്ങനെ പോകുന്ന മാധ്യമ പ്രവർത്തന കാലത്താണ് ശരിക്കും പറഞ്ഞാൽ 90കളുടെ തുടക്കത്തിൽ അല്ലെങ്കിൽ 80കളുടെ മധ്യത്തോടെ ദൂരദർശൻ പോലെ ഒരു ദൃശ്യമാധ്യമ പ്രവർത്തനം കേരളത്തിൽ തുടങ്ങുന്നത്, ഒരു ദൃശ്യമാധ്യമ സംസ്കാരം എന്ന് പറഞ്ഞാൽ പുതിയൊരു സാധനം കേരളത്തിലേക്ക് വരുന്നത്. അപ്പോൾ നമ്മളൊക്കെ വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്നു, ഒരു ദൃശ്യമാധ്യമ വിപ്ലവം അരങ്ങേറാൻ പോവുകയാണ് എന്ന മട്ടിൽ ഉള്ള പ്രതീക്ഷകളുമായിട്ടാണ് നമ്മളിരുന്നത്. ദൂരദർശൻ്റെ കൃത്യമായ ഒരു വാർത്താ പരിപാടികൾക്കൊക്കെ ശേഷം പിന്നീട് വന്ന മലയാളത്തിൽ പിന്നീട് പ്രചരിച്ച ഏഷ്യാനെറ്റ് ആണ് ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു ദൃശ്യമാധ്യമ സംസ്കാരം എന്ന് പറഞ്ഞൊരു സാധനം നമ്മുടെ മുന്നിലേക്ക് ഇട്ടത് ആ ചാനലായിരുന്നു. ഇത് നോർത്തിൽ ഒരുപക്ഷെ ദേശീയ തലത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച NDTV ആയിരുന്നു. NDTV പ്രണയ് റോയ് ദൂരദർശൻ്റെ ഭാഗമായിരുന്നു. വേൾഡ് ദിസ് വീക്ക് എന്നൊരു പരിപാടി അദ്ദേഹം അതിനകത്ത് സംവിധാനം ചെയ്യുന്നു. നമുക്കതൊരു പുതിയ വാർത്താ അവതരണ ശൈലിയായിരുന്നു. അപ്പം ഒരുപക്ഷെ ഇപ്പം NDTVയിൽ നിന്ന് അദ്ദേഹം പടിയിറങ്ങുന്ന സമയത്ത് നമ്മൾ ആലോചിക്കേണ്ടത് ഒരുപക്ഷെ അങ്ങനെ ഏതാണ്ട് സ്വതന്ത്ര മാധ്യമ പ്രവർത്തനം എന്ന ആശയത്തെ ഒരു പുതിയ മാധ്യമ സങ്കല്പവുമായി ഇടകലർത്തി നമ്മളെ പരിചയപ്പെടുത്തുകയും അതിനോട് നമ്മളെ ശീലിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു സംഘമാണ് ആ പ്രവൃത്തി ഉപേക്ഷിച്ചിട്ട് അത് അദാനിയുടെ കൈകളിലേക്ക് കൊടുത്തിട്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇപ്പം പടിയിറങ്ങിപ്പോകുന്നത്. അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞത് ഈ NDTV ദേശീയ തലത്തിലും അതുപോലെ ഏഷ്യാനെറ്റ് കേരളത്തിലും ഒരു ദൃശ്യമാധ്യമ സംസ്കാരം പരിചയപ്പെടുത്തിയത് നമ്മളുടെയൊക്കെ ഒരുപക്ഷെ ഏതാണ്ടൊരു വർത്തമാനകാലമാണെന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ ഏഷ്യാനെറ്റിനൊപ്പം സഞ്ചരിച്ച് തുടങ്ങിയിരുന്ന ഒരാളാണ്. 1998 ഞാൻ ഏഷ്യാനെറ്റിൽ ജോയിൻ ചെയ്യുന്നത്. 2000 തിരുവനന്തപുരം ബ്യൂറോയിൽ ശരിക്കും ജോലി തുടങ്ങി.
എനിക്ക് ഒരുപക്ഷെ എൻ്റെ ചാനൽ ജീവിതത്തെക്കുറിച്ചിട്ടുള്ള ഏറ്റവും രസകരമായ ഓർമ്മകളിലൊന്ന്, ഒരു ചാനലിൽ ജോലി ചെയ്തിരുന്ന സമയത്ത് പത്തനംതിട്ട ബ്യൂറോയിലാണെന്ന് ഞാൻ പ്രവർത്തിക്കുന്നത്. അപ്പം പത്തനംതിട്ട ബ്യൂറോയിൽ നിങ്ങൾക്കറിയാം, അവിടെ ഈ ശബരിമല സീസണിൽ ഏറ്റവും കൂടുതൽ ജോലി ഉണ്ടാകുന്ന ഒരു കാലമാണ് ആ സമയം എന്ന് പറയുന്നത്. അപ്പോൾ ശബരിമലയിലേക്ക് സ്ത്രീകൾക്ക് പ്രവേശിക്കുക സാധ്യമല്ല. പക്ഷേ ശബരിമല റിപ്പോർട്ടിങ്ങിന് വേണ്ടിയിട്ട് ഒരു 6-7 പേരുള്ളൊരു ടീം ഉണ്ടാകും. അപ്പോൾ അതിനകത്ത് ഞാനും ഉണ്ടാകും. അപ്പോൾ ഞങ്ങളൊക്കെ ഇങ്ങനെ താഴെയായിരിക്കും, പൊന്നമ്പലമേട്ടിലും അല്ലെങ്കിൽ മറ്റ് സന്നിധാനത്തുമൊക്കെ പുരുഷന്മാരായിട്ടുള്ള റിപ്പോർട്ടേഴ്സായിരിക്കും. അപ്പോൾ ഈ മകരജ്യോതി തെളിയുന്ന ദിവസം ഭയങ്കര തിരക്കാണ്. നമുക്കറിയാം, എന്താ പറയുക, 10,000-കണക്കിന് ഭക്തർ ഇങ്ങനെ തടിച്ചുകൂടുന്ന ഒരു ദിവസമാണല്ലോ. അപ്പോൾ ഡെസ്കിൽ നിന്ന് ഇങ്ങനെ വിളിച്ച് ചോദിക്കും. എന്താ ചോദിക്കുന്നത് വെച്ചാൽ, ഇപ്പം ജ്യോതി കത്തിച്ചോ എന്നാണ് ഡെസ്കിൽ നിന്ന് വിളിച്ചു ചോദിക്കുന്നത്. അപ്പോൾ കത്തിച്ചു എന്ന് മനസ്സിലാകുന്ന സമയത്ത് നമ്മുടെ റിപ്പോർട്ടർ പറഞ്ഞു തുടങ്ങും, അതാ 10,000-കണക്കിന് ഭക്തരെ സാക്ഷി നിർത്തി പൊന്നമ്പലമേട്ടിൽ ജ്യോതി തെളിഞ്ഞിരിക്കുന്നു. ശരണം വിളികളുടെ ഉച്ചസ്ഥായിൽ പണ്ഡിത്താവളവും മാളികപ്പുറവും മുഖരിതമായപ്പോൾ തിരുജ്യോതിയുടെ ദർശനത്താൽ, ദിവ്യ ദർശനത്താൽ അതാ ലക്ഷ്യങ്ങൾ സായുജ്യമടയുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ റിപ്പോർട്ടർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഈ പറയുന്ന നമുക്കറിയാം, കാണുന്നവർക്കറിയാം, ഡെസ്കിലിരിക്കുന്നവർക്കെല്ലാം അറിയാം ഇത് കത്തിക്കുകയാണെന്നും ഇത് കത്തിക്കുന്നതിന് ഒരു പ്രത്യേക സംവിധാനമുണ്ടെന്നും. അതാ 3 പ്രാവശ്യം ജ്യോതി തെളിഞ്ഞിരിക്കുന്നു എന്നാണ് വിളിച്ചു പറയുന്നത്. അപ്പോൾ ഈ തെളിയുന്ന ജ്യോതിയും കത്തിക്കുന്ന ജ്യോതിക്കും ഇടയിൽ ഈ അന്തരമുണ്ടല്ലോ. ഇതാണ് ഞാൻ പറഞ്ഞത്, ഈ ഒരു മനഃപൂർവ്വമായ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ബനാലിറ്റി നമ്മൾ ഇതിനകത്ത് കാണുന്നുണ്ട്. നമുക്കൊരിക്കലും ഇത് കത്തിക്കുന്നു എന്ന് പറയാൻ പറ്റില്ല. നമ്മൾ ജ്യോതി തെളിയുകയാണ് എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഇപ്പോഴും നമ്മൾ അങ്ങനെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം ഈ കത്തിക്കുന്നതിനും തെളിയുന്നതിനും ഇടയിലുള്ള ഈ ദൂരത്തെ നമ്മൾ എങ്ങനെയാണ് പ്രേക്ഷകന് സമ്മാനിക്കുക, അല്ലെങ്കിൽ പ്രേക്ഷകന് നമുക്കത് പ്രദാനം ചെയ്യാൻ പറ്റുമോ, കൊടുക്കാൻ പറ്റുമോ എന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. ഈ ചോദ്യത്തെ നമുക്ക് അഡ്രസ്സ് ചെയ്യാൻ പറ്റില്ല ഇപ്പോൾ കേരളത്തിൻ്റെ ഒരു പൊതുമണ്ഡലത്തിൽ നിന്നുകൊണ്ട്. അതാണ് സുപ്രീം കോടതിയുടെ വിധിയിൽ നമ്മൾ കണ്ടത്. സുപ്രീം കോടതി പറഞ്ഞു, ഇവിടെ സ്ത്രീകൾക്ക് ശബരിമലയിൽ പ്രവേശനമാകാം, ഒരു പകുതി വിഭാഗത്തിന് പ്രവേശനം അനുവദിക്കാത്ത രീതിയിലുള്ള ഈ സംവിധാനം ശരിയല്ല എന്ന് കോടതി വിധിക്കുകയും കേരളത്തിൽ നിലവിലിരിക്കുന്ന ഒരു സർക്കാർ അതിനെ അനുകൂലിച്ചുകൊണ്ട് ഒരു നിലപാടെടുക്കുകയും ചെയ്യുന്ന സമയത്ത് നമ്മൾ കാണുന്നു, കേരളത്തിൻ്റെ തെരുവുകൾ നാമജപങ്ങളാൽ മുഖരിതമാവുകയും ആ മുഖരിതമായ വാർത്തയെയും അതിന് വേണ്ടുന്ന ഫോട്ടോയും ഒക്കെ ഏറ്റവും പ്രാധാന്യത്തോടു കൂടി പത്രങ്ങളുടെ മുൻതാളുകളിൽ വരികയും ഏതാണ്ട് ഈ ആളുകൾ അത്തരത്തിൽ നടത്തുന്ന ഒരു പ്രതിഷേധത്തെ സർക്കാർ അവരുമായി നടത്തുന്ന ഏറ്റുമുട്ടലായി പ്രഖ്യാപിച്ചുകൊണ്ട് എങ്ങനെയാണ് കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ വാർത്ത കൊടുത്തത് എന്ന് നമ്മൾ ആലോചിക്കുമ്പോഴാണ് നേരത്തെ ഞാൻ പറഞ്ഞ നവോത്ഥാന മൂല്യങ്ങളിൽ നിന്ന് നമ്മൾ എന്തുമാതിരി പിന്നടത്തമാണ് ഈ കാലത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഈ വാർത്തകൾ മാത്രമല്ല, ഓരോ വാർത്തയിലും ഒരുപക്ഷെ നിങ്ങളിങ്ങനെ നോക്കും. നേരത്തെ പറഞ്ഞ മകരജ്യോതിയാകട്ടെ, എന്ത് വാർത്തകളിലും ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പം എനിക്ക് തോന്നുന്നു വിമോചന സമരത്തിൻ്റെ സമയത്ത് CJ തോമസ് വിമോചന സമരത്തിൽ പങ്കെടുത്തിരുന്നു അല്ലേ? അല്ലേ? അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ അത് മനസ്സിലായിട്ടില്ല. CJ പോലെ ഒരുപക്ഷെ ആ കാലത്ത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഒരുപക്ഷെ ചിന്തയും എനിക്ക് അറിയില്ല, എന്തായിരുന്നു അദ്ദേഹത്തെ ആ സമരത്തിൽ പങ്കെടുക്കാൻ പ്രേരിപ്പിച്ചതെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. ഈ പറഞ്ഞ മാതിരി എൻ്റെ അച്ഛനും അമ്മയൊക്കെ വിമോചന സമരത്തിൽ പങ്കെടുത്ത ആളാണ്. ഞാൻ അവരോട് പല സമയം ചോദിച്ചിട്ടുണ്ട് എന്തായിരുന്നു. അപ്പം ആ സമയത്ത് പ്രത്യേകിച്ചും കത്തോലിക്ക കുടുംബത്തിൽ നിന്ന് വരുന്ന ഞാൻ അല്ലെങ്കിൽ എൻ്റെ മാതാപിതാക്കൾ പള്ളിയിൽ വിളിച്ചു പറയാണ് ഈ സമരത്തിൽ പങ്കെടുക്കണം, നിങ്ങൾ ഇവിടെ അണിനിരക്കണം എന്നൊക്കെ പറയുന്ന സമയത്ത് അതിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റാത്ത വിധത്തിലുള്ള ഒരു സോഷ്യൽ പ്രഷർ ഉണ്ടായിരുന്നു. അപ്പം എങ്ങനെയാണോ നമ്മൾ ജാതീയതയെ, വർഗീയതയെ, നവോത്ഥാന അല്ലെങ്കിൽ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെ ഭാഗമായിട്ട് നമ്മൾ ഇവിടെ നിന്ന് മാറ്റി നിർത്തിയത്, ഓടിച്ചത് എന്ന് ഞാൻ പറയുന്നില്ല, മാറ്റി നിർത്തിയത്, അകറ്റി നിർത്തിയത്, അത്രയും തീവ്രതയോട് കൂടിയിട്ടാണ് വിമോചന സമരകാലത്ത് ഇതെല്ലാം മടങ്ങി വരുന്നത് എന്നത് നമ്മൾ കാണാതിരുന്നുകൂടാ. എന്ന് പറയുമ്പോൾ തന്നെ ഓർക്കേണ്ടത്, ഇങ്ങനെയുള്ള ഈ മടങ്ങി വരവിനെ ചുക്കാൻ പിടിച്ചത് കേരളത്തിലെ ഇത്തരത്തിലുള്ള മനോരമ അടക്കമുള്ള മാധ്യമങ്ങളായിരുന്നു. അതിന് ഒരു തരത്തിൽ എന്താ പറയുക, ഒരു ആഹ്വാനം, ഒരു നേതൃത്വം കൊടുത്തുകൊണ്ട് ഒരു ആഹ്വാന സ്വഭാവത്തിലുള്ള നേതൃത്വം നൽകുന്നതിന് ഇവിടെയുള്ള മാധ്യമങ്ങൾ കൂട്ടുനിന്നു എന്ന് പറഞ്ഞാൽ അതൊരു അതിശയോക്തിയല്ല. നോക്കണം, എന്താ പറയുക, ബാലറ്റിലൂടെ അധികാരത്തിൽ വന്ന ഒരു സർക്കാരിനെ
പുറത്താക്കാൻ വേണ്ടിയിട്ട് ചുക്കാൻ പിടിക്കുന്നത് കേരളത്തിലെ ഇത്തരത്തിലുള്ള വർഗീയ ജാതി നേതൃത്വങ്ങളും അവയ്ക്ക് പിന്തുണ നൽകിക്കൊണ്ട് കേരളത്തിലെ മാധ്യമങ്ങളും. ദേശീയ തലത്തിലാകട്ടെ ഇത്തരമൊരു സർക്കാരിനെ പുറത്താക്കുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അല്ലെങ്കിൽ നേതൃത്വം നൽകുന്ന ഒരു സർക്കാരും. എന്താണോ അന്ന് കോൺഗ്രസ് നമുക്കറിയാം, നമുക്കൊരു ഫെഡറൽ സംവിധാനമാണ് നമുക്കുള്ളത്. ഈ ഫെഡറൽ സംവിധാനത്തിന് ഒപ്പം നിൽക്കുക അല്ല, അല്ലെങ്കിൽ ഫെഡറൽ സംവിധാനത്തെ അനുകൂലിക്കുന്ന നിലപാടല്ല അന്ന് കേന്ദ്രത്തിലുണ്ടായിരുന്ന സർക്കാർ സ്വീകരിച്ചത്. ആ സർക്കാരിൻ്റെ തീരുമാനത്തിന് വിടുപണി ചെയ്യുന്ന സമീപനമാണ് കേരളത്തിലെ മാധ്യമങ്ങൾ ചെയ്യുന്നത്. എന്താ ഇപ്പോൾ ചെയ്യുന്നത്? ഇപ്പോഴും അത് തന്നെയാണ് ചെയ്യുന്നത്. നിങ്ങൾ നോക്കൂ, ഈ കേരളത്തിൽ ഈ അടുത്ത കാലത്തുണ്ടായിട്ടുള്ള ഈ കഴിഞ്ഞ ഒരു 2-3 ആഴ്ച ഏറ്റവും പുതിയ ഈ VC നിയമനവും ഒക്കെയായിട്ട് ബന്ധപ്പെട്ടിട്ട്, അല്ലെങ്കിൽ അതിനു മുന്നേ കേരള ഗവർണറും കേരള സർക്കാരും നടന്നിട്ടുള്ള അടിപിടികൾ, അല്ലെങ്കിൽ കേരള സർക്കാർ അവരുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളെ എങ്ങനെയാണ് നമ്മുടെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് എന്നത് ഏറ്റവും അടുത്ത് സൂക്ഷ്മമായി പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും. എന്താണോ കേരള ഗവർണർ ആഗ്രഹിക്കുന്നത്, ഫെഡറൽ സ്വഭാവമുള്ള ഒരു സർക്കാരിനെ പുറത്താക്കണമെന്ന അജണ്ടയോട് കൂടിയിട്ട് ഒരു ഗവർണർ പ്രവർത്തിക്കുകയും ഒരു യൂണിറ്ററി സംവിധാനത്തെ ആഗ്രഹിക്കുന്ന ഒരു കേന്ദ്ര താല്പര്യത്തിന് വിടുപണി ചെയ്യുകയും ചെയ്യുന്ന ഒരു അജണ്ടയ്ക്ക് കൂട്ടുനിൽക്കുകയാണ് കേരളത്തിലെ മാധ്യമങ്ങളെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതല്ലാതെ മറ്റൊന്നും. ഇപ്പോൾ നമുക്കറിയാം, പിന്നെ ദേശീയ തലത്തിൽ എന്താണ് മോദി സർക്കാർ ചെയ്യുന്നത്? ഒരു ഒറ്റ ഇന്ത്യ എന്ന സങ്കല്പന മുന്നോട്ട് വെച്ചുകൊണ്ട് ഒരു നേതാവ്, ഒരു രാഷ്ട്രം, ഒരു നികുതി, ഒരു രജിസ്ട്രേഷൻ, ഏക പൗരൻ, എന്താ പറയുക, ഏകീകരിക്കപ്പെട്ട നിയമ സംവിധാനം എന്ന തരത്തിൽ മൊത്തം ഒരു യൂണിറ്ററി ഘടനയിലേക്ക് ഈ ഫെഡറൽ സംവിധാനത്തെ മാറ്റാൻ ആഗ്രഹിക്കുന്ന ഒരു സർക്കാരാണ് കേന്ദ്രത്തിലിരിക്കുന്നത്. അവിടെ നിന്നുകൊണ്ട് അതിനെ എന്താ പറയുക, പിന്തുണയ്ക്കുകയാണ്, എല്ലാ അർത്ഥത്തിലുമുള്ള സമ്പൂർണ്ണ പിന്തുണ കൊടുക്കുകയാണ് കേരളത്തിലെ മാധ്യമങ്ങൾ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ അതൊരു അസത്യമല്ല എന്ന് നിങ്ങൾക്കിപ്പോൾ അറിയാം. അത് കേരളത്തിലെ ദൃശ്യമാധ്യമ സംവിധാനങ്ങളാണെങ്കിലും കേരളത്തിലെ മുഖ്യധാര ഏത് പത്രം എടുത്താൽ തന്നെയും ഇതാണ് ഇപ്പോൾ നമ്മൾ വാർത്തകളായി കാണുന്നത്. ഏറ്റവും അടുത്ത് ഈ ഗവർണറുടെ വാർത്ത ഞാൻ ഒരു ഉദാഹരണമായി പറഞ്ഞു വന്നേ ഉള്ളൂ. അപ്പോൾ ഇത് ഒരുപക്ഷെ കേരളത്തിൽ നമ്മൾ പരിചയിച്ചിട്ടുള്ള വാർത്താ മാധ്യമങ്ങൾ നടക്കുന്നത് എന്ത് എന്നുള്ള ഒരു വർത്തമാന അവസ്ഥയാണ് ഞാനിപ്പോൾ ഏറ്റവും ഒടുവിൽ പറഞ്ഞു നിർത്തിയത്. ഇനി വേറൊന്നെന്ന് പറഞ്ഞത്, ഞാനിന്ന് രാവിലെ രാജേഷിനോട് പറഞ്ഞതുപോലെ, ഞാനിപ്പോൾ സത്യം പറഞ്ഞാൽ പത്രം വായിക്കാൻ എനിക്ക് പലപ്പോഴും ചിലപ്പോൾ സമയം കിട്ടാറില്ല. കാരണം വെച്ചാൽ പത്രം വായിക്കാന്ന് വെച്ചാൽ ടൈറ്റിൽസ് മാത്രം നോക്കിയിട്ട് ചിലപ്പം പോകേണ്ടി വരും. ചിലപ്പോൾ രാത്രി സമയം കിട്ടിയാൽ ഇരുന്നിട്ടാണ് മൊത്തം പത്രം വായിക്കുന്നത്. പിന്നെ ടെലിവിഷൻ ഞാൻ കാണാറില്ല, വേറൊന്നും കണ്ടല്ല. ടെലിവിഷൻ കാണുന്ന സമയത്ത് എൻ്റെ ജോലിയായിരുന്നു ടെലിവിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് ടെലിവിഷൻ കാണുന്ന സമയത്ത് എനിക്ക് എൻ്റെ ജോലി ഓർമ്മ വരും. അപ്പോൾ എനിക്ക് ടെലിവിഷനിൽ വാർത്ത കാണാൻ പറ്റത്തില്ല. അപ്പോൾ ഇതാണ് ഇപ്പം ഞാൻ വാർത്ത അറിയുന്നത്. എന്താ പറയുക, ഇപ്പം ഞാൻ നേരത്തെ രാജേഷിനോട് പറയായിരുന്നു, ഇപ്പോൾ 1-2 ആപ്പുകളുണ്ട്, വാർത്താ ആപ്പുകൾ. അത് നേരത്തെ സൂചിപ്പിച്ച പോലെ ഇൻഷോട്ട്സ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ആപ്പുണ്ട്. അപ്പോൾ നമ്മൾ ആ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറിയേണ്ടുന്ന വാർത്ത, അപ്പോൾ അല്ലെങ്കിൽ പിന്നെ ലോകത്തിൻ്റെ എവിടെയും നടക്കുന്ന ഏത് വാർത്തകളും 60 വാക്കുകളായിട്ട് നമ്മുടെ മുന്നിലെത്തും. എന്ന് വെച്ചാൽ 60 വാക്കുകൾ വെച്ചാൽ അതുകൊണ്ട് ഇത്രയേ ഉള്ളൂ. ഓക്കെ, ഒരു പടവും ഉണ്ടാകും. അപ്പം ഈ 60 വാക്കുകളിലൂടെ നമ്മൾ അത് മനസ്സിലാക്കി കഴിഞ്ഞു. ഇനിയിപ്പം അതൊന്ന് ആ സ്ക്രീൻ ഒന്ന് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എവിടെ നിന്നാണ് ആ വാർത്ത, ഇപ്പം അത് ടൈംസ് ഓഫ് ഇന്ത്യയുടെ വാർത്തയാണോ, അല്ലെങ്കിൽ മലയാള മനോരമയുടെ വാർത്തയാണോ, അല്ലെങ്കിൽ വാഷിങ്ടൺ പോസ്റ്റിൻ്റെ വാർത്തയാണെങ്കിൽ ആ വാർത്ത കൃത്യമായിട്ട് വരും. അപ്പോൾ ഇതെന്താ ഇവർ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇൻഷോട്ട്സ് എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഇത്തരത്തിലുള്ള മാധ്യമങ്ങളുമായിട്ട് അവരൊരു കോൺട്രാക്റ്റ് ഉണ്ടാവും, മലയാള മനോരമയായിട്ട് അല്ലെങ്കിൽ മാതൃഭൂമിയായിട്ട്, ഞങ്ങൾ നിങ്ങളുടെ ഈ വാർത്തകൾ എടുക്കാം, അപ്പോൾ ഞങ്ങൾക്ക് ഇത്രയും സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അതായത് അവർ തുടങ്ങിയതിന് ശേഷം ഇപ്പം 1 കോടിയിലധികമാണ് ഇപ്പോൾ ഈ ഇൻഷോട്ട്സിൻ്റെ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നത്. 1 കോടി എന്ന് പറയുമ്പോൾ നമ്മളൊന്ന് ആലോചിക്കണം. അപ്പോൾ സ്വാഭാവികമായിട്ടും പല മാധ്യമങ്ങൾക്കും ഇവരുടെ പ്രലോഭനത്തിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റില്ല. അപ്പോൾ ഇവരുടെ റിപ്പോർട്ടേഴ്സ് കളക്ട് ചെയ്തിട്ട് വിശദമായിട്ടുള്ള വാർത്തകൾ ഇവരുടെ AI മെഷീൻ ആണ് ഇത് സെലക്ട് ചെയ്യുന്നത്. ഇപ്പം ഞാൻ സിനിമാ വാർത്തകളാണ് എപ്പോഴും സെർച്ച് ചെയ്യുന്ന ഒരാളെങ്കിൽ, ഞാനിങ്ങനെ എന്താ പറയുക, സിനിമാ വാർത്തകൾ ഇങ്ങനെ ഒരു 2-3 പ്രാവശ്യം എൻ്റെ സിസ്റ്റത്തിൽ അല്ലെങ്കിൽ എൻ്റെ ഫോണിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് വായിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ സിസ്റ്റം എന്താ പറയുക, എന്നെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന സിസ്റ്റം ജഡ്ജ് ചെയ്യും, സംവിധാനം ജഡ്ജ് ചെയ്യും. ഓക്കെ, ഇവർ പ്രിഫർ ചെയ്യുന്നത് ഈ വാർത്തയാണ്. അത് കഴിഞ്ഞ് പിന്നെ ഇവർ പ്രിഫർ ചെയ്യുന്നത് സ്പോർട്സ് വാർത്തയാണ്. അത് കഴിഞ്ഞ് പിന്നെ ഇവർ പ്രിഫർ ചെയ്യുന്നത് പരിസ്ഥിതി വാർത്തകളാണ്. അപ്പം എൻ്റെ മുന്നിലേക്ക് വരുന്നത്, ഇൻഷോട്ട്സ് എൻ്റെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത് അത്തരത്തിലുള്ള, ആദ്യം സിനിമാ വാർത്തകൾ തരും, പിന്നെ ചിലപ്പോൾ സ്പോർട്സ് വാർത്തകൾ തരും. അപ്പോൾ ഞാൻ എന്ത് വായിക്കണമെന്ന്
ഞാനല്ല ശരിക്കും പറഞ്ഞാൽ തീരുമാനിക്കുന്നത്, സിസ്റ്റം തീരുമാനിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ നവോത്ഥാന മൂല്യങ്ങളും പിന്നെ പരിഷ്കരണ പ്രസ്ഥാനങ്ങളും അതിൻ്റെ ഒപ്പം നടന്ന മാധ്യമങ്ങളും ഒക്കെ ഇല്ലാതാവുകയും അതൊക്കെ എന്താ പറയുക ഇവിടെ ഉണ്ടായിരുന്നു എന്ന് നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന മാറി നിൽക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ എന്ത് വായിക്കണമെന്നും ഞാൻ എന്ത് വായിച്ച് എന്ത് ചിന്തിക്കണമെന്നും ഇപ്പം ഞാനൊരു സാധനം വായിച്ചു, ഓക്കെ, ഞാൻ വായിക്കുന്ന വഴി ഞാൻ എന്താ പറയുക കോൺഫിഡൻറ്റിൻ്റെ ഫ്ലാറ്റുകളുമായി ബന്ധപ്പെട്ടിട്ട് ഒരു വാർത്തയാണ് ഞാൻ വായിക്കുന്നതെങ്കിൽ ഞാൻ ആ കോൺഫിഡൻറ്റ് ഫ്ലാറ്റ് ഇതിനകത്ത് ചിലപ്പം ഒന്ന് ഞെക്കും, വെറുതെ എന്തെങ്കിലും ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ സിസ്റ്റം വിചാരിക്കുന്നു ഓക്കെ ഇവർക്ക് കോൺഫിഡൻറ്റ് ഫ്ലാറ്റിൻ്റെ പരസ്യം കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ പരസ്യങ്ങളിലേക്ക് എന്നെ നയിക്കുന്നു. അപ്പം ഞാൻ എന്താണോ ഒരു ഏത് വാക്കിലാണോ അല്ലെങ്കിൽ ഏത് ഒരു വരിയിലാണോ കൂടുതൽ സമയം നിൽക്കുന്നത് എന്നതടക്കം ജഡ്ജ് ചെയ്യുന്ന മെഷീൻ ലേണിംഗ് സിസ്റ്റമാണ് ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ളത്. അപ്പം അവിടെയാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ രാജേഷിനോട് പറയായിരുന്നു, ഈ KM മാത്യു പറഞ്ഞ സമൂഹ അഭിലാഷത്തിനൊപ്പം ഞങ്ങൾ നിൽക്കുകയാണ് എന്ന സങ്കല്പം മാറിയിട്ട് വ്യക്തി അഭിലാഷത്തിനൊപ്പമാണ് ഇപ്പോൾ കാര്യങ്ങൾ മാറിയിരിക്കുന്നത്. അപ്പോൾ വ്യക്തി അഭിലാഷത്തെ ഇൻഡിവിജ്വൽ അൽഗരിതംസ് എന്ന മട്ടിൽ ആണ് മെഷീൻ ഇപ്പം സംഗതികൾ ഡിസൈൻ ചെയ്യുന്നത്. ആ ഇൻഡിവിജ്വൽ അൽഗരിതത്തിനനുസരിച്ചിട്ടാണ് നമ്മളെ സെറ്റ് ചെയ്യുന്നത്. നമ്മൾ എന്ത് സിനിമ കാണണം, നമ്മൾ എവിടെ പോകണം. ഇപ്പം നമുക്കറിയാം നമ്മുടെ കയ്യിലൊരു ഫോൺ ഉണ്ടെങ്കിൽ, നമ്മുടെ കയ്യിലൊരു മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ നമ്മൾ സർവൈലൻസിലാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ അല്ലേ. ഒരു വലിയ സംവിധാനം നമ്മൾ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്കിപ്പോൾ വഴിതെറ്റാനൊന്നും ഒരു നിവൃത്തിയില്ല. കുട്ടികൾ വഴിതെറ്റിപ്പോയെന്നൊന്നും ഇപ്പോൾ പറയാൻ പറ്റത്തില്ല. കാരണം എന്ന് വെച്ചാൽ പറ്റൂല. അതിന് നമുക്കറിയാം നമ്മുടെ കയ്യിൽ ഗൂഗിൾ മാപ്പ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. നിങ്ങൾ എവിടെ പോകുന്നു, അങ്ങോട്ട് പോകുമ്പം റൂട്ട് റീസെൻറ്റർ ചെയ്തിരിക്കുന്നു, നിങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വളഞ്ഞു പോകണമെന്ന് സിസ്റ്റം പറഞ്ഞു തരികയാണ്. അപ്പം അങ്ങനെ നമ്മളെ എല്ലാ അർത്ഥത്തിലും നിയന്ത്രിക്കുകയും നമ്മളെ ജഡ്ജ് ചെയ്യുകയും ചെയ്യുന്ന രീതിയിൽ ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സംവിധാനം പ്രവർത്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ യുവാൽ നോവ ഹരാരി ഈ 21 ലെസൺസ് ഫോർ ദി 21st സെഞ്ച്വറിയിൽ കൃത്യമായി പറയുന്നുണ്ട്. അത് ഇപ്പം ഞാനിത് വാർത്തയുടെ കാര്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് വായിക്കണമെന്ന് മെഷീൻ നിങ്ങളോട് പറയും, അത് നിങ്ങൾ വായിച്ചാൽ മതി. പിന്നെ വായിച്ചു കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ എന്ത് ആലോചിക്കണമെന്നുള്ളതും മെഷീൻ പറയും. അപ്പം നിങ്ങൾ അതേ ആലോചിക്കൂ എന്ന തരത്തിലേക്ക് നമ്മളെ എല്ലാ തരത്തിലും നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. ഇപ്പം ഹരാരി പറയുന്ന രസകരമായൊരു കാര്യമുണ്ട്. നിങ്ങളിപ്പോൾ ഒരു ഡോക്ടറിൻ്റെ അടുത്ത് പോവുകയാണ്, നിങ്ങളൊരു ഒരു ന്യൂറോളജിസ്റ്റിനെ കാണാൻ പോകുന്നു. ഒരു ന്യൂറോളജിസ്റ്റിനെ കാണണം, പിന്നെ എനിക്ക് കുറച്ച് ഗൈനക് ഇഷ്യൂസ് ഉണ്ട്, അപ്പോൾ എനിക്കൊരു ഗൈനക്കോളജിസ്റ്റിനെയും കാണണം. പിന്നെ മാത്രമല്ല എനിക്ക് കാലിന് കുറച്ച് പ്രശ്നങ്ങളുണ്ട്, അപ്പോൾ എനിക്ക് ഓർത്തോനെയും ഒന്ന് കാണണം എന്നതാണ് നമ്മുടെ അവസ്ഥയെങ്കിൽ ഇതൊക്കെയും ഈ 3-4 ഡോക്ടേഴ്സിനെ ഒരുമിപ്പിക്കുന്ന ഒരു റോബോട്ട്, ഒരു ആർട്ടിഫിഷ്യൽ ലേണിംഗ് സിസ്റ്റം ഉണ്ടെങ്കിൽ ഈ നമ്മുടെ മൊത്തം സിസ്റ്റത്തിൻ്റെ പ്രശ്നങ്ങൾ, നമ്മുടെ ശരീരം എന്ന സിസ്റ്റത്തിൻ്റെ പ്രശ്നങ്ങൾ എന്താണെന്ന് ആ ഒരൊറ്റ സിസ്റ്റം മനസ്സിലാക്കും. അതിനുള്ള ഡേറ്റ അവർക്ക് കൊടുത്താൽ മാത്രം മതി. അപ്പം ലോകത്ത് നിന്ന് മാധ്യമപ്രവർത്തകർ എന്ന തരത്തിലുള്ള ഒരു വലിയ സമൂഹം തന്നെ അപ്രത്യക്ഷമാകാൻ പോകുന്നു. ഏതാണ്ട് എല്ലാ തൊഴിൽ മേഖലകളിലുമുള്ള പലതരത്തിലുള്ള ഇത്തരത്തിലുള്ള സ്കിൽഡ് ലേബറേഴ്സും, ഞാനത് ഇന്ത്യയുടെ കാര്യമല്ല ലോകത്തിൻ്റെ പൊതുവിൽ കാര്യം പറയുകയാണ്. നമ്മളൊക്കെ ഒരുപക്ഷെ അതിലേക്ക് എത്തണമെങ്കിൽ ഇനിയും നമ്മളൊരു 50 വർഷം കൂടി മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് നമുക്കത്ര പേടിക്കേണ്ട കാര്യമില്ല, നമ്മുടെ പിള്ളേർ പേടിച്ചാൽ മതി എന്ന് പറയാം. അപ്പോൾ ഈ രീതിയിൽ ലോകം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണിത്. അപ്പം ഈ കാലത്ത് ഈ പുതിയ എന്ത് തരത്തിലുള്ള ബോധമാണ്, എന്ത് തരത്തിലുള്ള മൂല്യബോധമാണ്, എന്നുവെച്ചാൽ മൂല്യങ്ങളെന്ന് പറയുന്നത് തന്നെ വലിയ പ്രശ്നമാണ്. ഇപ്പോൾ രാവിലെ ഞങ്ങളിങ്ങോട്ട് വരുന്ന സമയത്ത് കുഞ്ഞാമൻ സാറ് ചോദിച്ചു ആരുടെ മൂല്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ പറയുന്നതെന്ന്. എൻ്റെ മൂല്യബോധമാണോ എൻ്റെ കീഴേക്ക് വരുന്ന അല്ലെങ്കിൽ എൻ്റെ മകളുടെ മൂല്യബോധം എന്ന് പറയുന്നത് എൻ്റേതായിരിക്കില്ല. അത് ചിലപ്പം ഒട്ടും മാച്ച് ചെയ്യില്ല. ചില പൊതു കാര്യങ്ങളിലുള്ള താരതമ്യം നടക്കുമെങ്കിലും പലപ്പോഴും അത് അങ്ങേയറ്റം വ്യത്യസ്തമാകാനാണ് ഇട. അപ്പം ഇങ്ങനെ ഈ മൊത്തം മൂല്യസങ്കല്പം മാറിക്കൊണ്ടിരിക്കുകയാണ്. ആ ബോധം തന്നെ, മൂല്യബോധം എന്നുള്ള സങ്കല്പം തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതിനെയൊക്കെ നമ്മൾ എങ്ങനെയാണ് നേരിടുന്നത് എന്നതിനെ സംബന്ധിച്ച് സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല. ഇതാണ് വാസ്തവം. ഈ വാസ്തവത്തിൻ്റെ നടുക്ക് പകച്ചു നിൽക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പം നമുക്കിനി ഇങ്ങനെ സിസ്റ്റം മാറ്റാം. ഈ ക്യാപിറ്റലിസ്റ്റ് സംവിധാനത്തിൽ എങ്ങനെയാണ് നമ്മൾ മൂലധനം മൊത്തം കാര്യങ്ങൾ തീരുമാനിക്കുന്നത്? ഇപ്പം ഇലോൺ മസ്ക് തീരുമാനിക്കും കാര്യങ്ങൾ എന്ന മട്ടിലാണ്. ഇപ്പോൾ ഡ്രൈവർ വേണ്ട, ടെസ്ല വണ്ടികൾക്ക് ഡ്രൈവർ വേണ്ട എന്ന് നമുക്കറിയാം. ഇനി ഇലോൺ മസ്ക് ഉണ്ടാക്കാൻ പോകുന്ന അത്ഭുതങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ കാണാനിരിക്കുന്നതേ ഉള്ളൂ. ഇപ്പം തന്നെ എത്രയോ ആളുകൾക്ക് ട്വിറ്ററിൽ നിന്നും ഫേസ്ബുക്കിൽ നിന്നുമൊക്കെയുള്ള നിരവധി ആളുകൾ
ജോലി ഇല്ലാതായി പിരിച്ചുവിടപ്പെട്ടത് നമ്മൾ ദിവസവും പത്രങ്ങളിൽ വായിക്കുന്നുണ്ട്. അപ്പം ആളുകൾക്ക് തൊഴിലില്ലാതായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം സംഭവിച്ചു കഴിഞ്ഞു. ഏതാനും വർഷങ്ങൾക്കുള്ളിൽ നമ്മളിപ്പം യൂറോപ്പിൽ ഒരുപക്ഷെ ഏറ്റവും അടുത്ത് സംഭവിക്കാൻ പോകുന്ന റഷ്യ ഉക്രൈൻ വാറിന് ശേഷമുള്ള സാമ്പത്തിക മാന്ദ്യത്തിൻ്റെ ലക്ഷണങ്ങൾ യൂറോപ്പിൽ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ അനിയത്തി ജർമ്മനിയിലാണ് താമസിക്കുന്നത്. അവർ പറയുന്നത് അവരിപ്പം മറ്റേ വാതകം ഉപയോഗിക്കുന്നില്ല, അവർ ഗ്യാസ് ഉപയോഗിക്കുന്നില്ല. കാരണം എന്ന് വെച്ചാൽ ഗ്യാസ് വരുന്നില്ല. ഉക്രൈൻ കൊടുക്കാത്തത് കൊണ്ട് ജർമ്മനിക്ക് ഗ്യാസ് കിട്ടുന്നില്ല എന്ന അവസ്ഥ അവർ നേരിട്ട് കഴിഞ്ഞു. അപ്പം എങ്ങനെയാണ് ലോകരാജ്യങ്ങളിലേക്ക് ഇത് മാറാൻ പോകുന്നത്? നമ്മുടെ അടുത്തൊക്കെ അത് എപ്പോഴാണ് എത്തുന്നത്? ചിലപ്പോൾ വൈകി എത്തുന്നുണ്ടാവുള്ളൂ. പക്ഷേ എന്തായിരിക്കും ആ എത്തുന്നതിൻ്റെ ഫലം എന്നൊക്കെ ഉള്ളത് നമ്മളിനി കാണാനിരിക്കുന്നതേ ഉള്ളൂ. അപ്പം കാണാൻ പോകുന്ന പൂരം പറഞ്ഞ് നേരത്തെ അറിയിക്കേണ്ടതില്ലല്ലോ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ നവോത്ഥാന മൂല്യങ്ങളിൽ നിന്നുള്ള പിന്നടത്തം നടക്കുമ്പോൾ നമ്മളിനി എവിടം വരെ ആണ് തിരിച്ചു പോകുന്നത് എന്ന് പോലും നമുക്കറിയില്ല എന്ന വാസ്തവത്തെ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു.